സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഓം നമഃ ശിവായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവശക്ത്യാ യുക്തോ യദി ഭവതി ശക്തഃ പ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലഃ സ്പന്ദിതുമപി. അതസ്ത്വാമാരാധ്യാം ഹരിഹരവിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃതപുണ്യഃ പ്രഭവതി. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ച അർത്ഥേഷ്വഭിജ്ഞസ്വരാൺ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. ജയതി ജഗതി മായാം യസ്യ കായാധവസ്തേ വചനരചനമേകം കേവലം ത്യാഗലയ്യ. ധ്രുവപദമപി യാതോ യത്കൃപാതോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നതോസ്മി. പതിവ് പോലെ ഒരു ഭജനഗാനം ആലപിച്ചുകൊണ്ട് തുടങ്ങാം. ഞാൻ ചൊല്ലിത്തരാം, ഏറ്റുചൊല്ലാം. ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി, ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി, ഗോവിന്ദ ഗോപാല ഹൃദയ വിഹാരി, ഗോവിന്ദ ഗോപാല ഹൃദയ വിഹാരി, ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി. നന്ദകുമാര നവനീത ചോര, നന്ദകുമാര നവനീത ചോര, ഹൃദയ വിഹാര ബടാ ചിത്ത ചോര, ഹൃദയ വിഹാര ബടാ ചിത്ത ചോര. ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി. ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിൻ്റെ 12ാമത്തെ വാർഷികം, 12ാമത് നടക്കാൻ പോകുന്നു. ഓരോ വർഷവും ഉത്സാഹത്തോടെ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നത് ഭഗവാന് നമ്മൾ നടത്തുന്ന യജ്ഞം ഇഷ്ടപ്പെട്ടിരിക്കണോ എന്നർത്ഥം. ഭഗവാന് പ്രത്യേകിച്ച് ഇഷ്ടാനിഷ്ടങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ലോകത്തിൽ സകലതും ഭഗവാന്റെ സൃഷ്ടിയായതുകൊണ്ട് താൻ സൃഷ്ടിച്ചവർ നേർവഴിക്ക് നടക്കുന്നു എന്ന് കാണുമ്പോൾ ഒരു സന്തോഷം. നമേ ദ്വേഷ്യോസ്തി ന പ്രിയ എന്ന ഗീതയിൽ പറയണം. എനിക്ക് പ്രത്യേകിച്ച് ചിലരോട് ചായ്വ്, പ്രത്യേകിച്ച് ചിലരോട് വിരോധം അങ്ങനെ കരുതരുത്. കണ്ണാടിക്ക് അങ്ങനെയുണ്ടോ?
കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് മുഖം നോക്കുന്നവൻ കാശ് കൊടുത്ത് വാങ്ങിയവന് മാത്രമേ പ്രതിബിംബം കാണിക്കൂ. അങ്ങനെ ശരിക്കുമോ? ആര് ശത്രു ആയാലും മിത്രമായാലും മാത്രമല്ല, അതിൻ്റെ മുമ്പിൽ നിന്ന് ചിരിച്ചാലും കൊഞ്ഞനം കാണിച്ചാലും അതേപടി കണ്ണാടി റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഒരു ജഡവസ്തുവായ കണ്ണാടിക്ക് ഇത്രയും ഒരു ഡിറ്റാച്ച്മെൻ്റ്, ഒരു വൈരാഗ്യം, ഒരു വിരക്തി ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ആസക്തിയില്ലായ്മ, അനാസക്ത ഭാവം ഉണ്ടെങ്കിൽ സർവഗുണസമ്പന്നനായ ഭഗവാനിൽ അത് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതിൽ എന്താ അത്ഭുതം. ആ ഭഗവാനെ ആര് കണ്ടിരിക്കണോ? ചിലരൊക്കെ കണ്ടിട്ടുണ്ട്. ആരാ കണ്ടിരിക്കുന്നത്? അവതാരകാലത്ത് എല്ലാവരും കണ്ടു, ദുര്യോധനൻ ഉൾപ്പെടെ സകലരും. കൃഷ്ണൻ്റെ മഹിമ ഒട്ടും അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാവാത്ത ദുര്യോധനൻ ഉൾപ്പെടെ പലരും കണ്ടു. ദൂതവാക്യം എന്നൊരു നാടകമുണ്ട് ഭാസൻ്റെ. അതിൽ ദൂത് പറയാൻ വന്ന കൃഷ്ണനെ പിടിച്ചു കെട്ടാൻ പ്ലാനിടുന്നു ദുര്യോധനൻ. എന്താ അതിൻ്റെ അർത്ഥം? പിടിച്ചു കെട്ടി കൃഷ്ണനെ ബന്ധനത്തിലാക്കിയാൽ പാണ്ഡവന്മാർക്ക് കൈയൊടിഞ്ഞ പോലെയാവും. കൈയൊടിഞ്ഞാൽ പിന്നെ അവർ യുദ്ധം തന്നെ വേണ്ടെന്ന് വയ്ക്കും, നമുക്ക് സമ്പൂർണമായിട്ട് രാജ്യം അനുഭവിക്കാം. അങ്ങനെ ഒരു ദുഷ്ടബുദ്ധിയിലാണ് പ്രവർത്തിച്ചത്. എന്ത് സംഭവിച്ചു? വിശ്വം. വിഷ്ണു സഹസ്രനാമത്തിലെ ആദ്യത്തെ നാമം വിശ്വം. ആ വിശ്വസ്വരൂപനായ ഭഗവാൻ എന്ത് ചെയ്തു? തന്നെ കെട്ടാൻ വീശിയ കയറ് ഈ ഓരോരുത്തരെയും കെട്ടിച്ചു. ദുശാസനും ദുര്യോധനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കാം. അതല്ലല്ലോ നടക്കാൻ ഉദ്ദേശിച്ചത്. കൃഷ്ണനെ പിടിച്ച് കെട്ടി രണ്ടുപേരും വലിക്കാനാണ്. ഇവിടെ അതല്ല, പരസ്പരം കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുക. ഭഗവാന്റെ മഹിമ നേരിട്ട് കാണാൻ സൗകര്യം കിട്ടിയിട്ടും ആ ഭാഗ്യം അനുഭവിക്കാൻ പറ്റാത്ത ആളുകളാണ് ദുര്യോധനാദികൾ. അപൂർവം ചിലർ കാണുക മാത്രമല്ല, ദർശന, സ്പർശന, സംഭാഷണ രൂപത്തിലുള്ള അനുഗ്രഹത്തിനൊക്കെ പാത്രമായി. അർജുനനെ പ്രത്യേകം ഭഗവാൻ അനുഗ്രഹിക്കുന്നു. സഖാസി ഭക്തോസി. ഞാൻ വെറുതെ വഴി കൂടി പോണവർക്കല്ല ഗീതോപദേശം ചെയ്യുന്നത്. ഭക്തോസി, യു ആർ മൈ ഡിവോട്ടി. സഖാസി, യു ആർ മൈ ഡിയറസ്റ്റ് ഫ്രണ്ട്. ഡിയറസ്റ്റ് ഫ്രണ്ടും അതേപോലെ തന്നെ ഡിവോട്ടിയും, ഈ രണ്ട് യോഗ്യത ഉള്ളവർക്ക് ഭഗവാന്റെ പ്രീതി കൂടുതൽ പതിയും. ഇവിടെ നമ്മൾ തത്വസമീക്ഷാ സത്രത്തിൽ ആ ഒരു പോയിൻ്റ് മനസ്സിൽ വയ്ക്കുക. ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും നോക്കി, ഭക്തോസി, നീ എൻ്റെ ഭക്തനാകുന്നു. സഖാസി, നീ എൻ്റെ സുഹൃത്താകുന്നു എന്ന് ഭഗവാൻ നമ്മുടെ മുഖത്ത് നോക്കി പറയാനിടവന്നാൽ എന്തൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം കൈവരില്ല എന്ന് എന്തിനാ വിചാരിക്കണത്? അത് നമുക്ക് ഓരോരുത്തരും അവകാശപ്പെട്ടതാണ്. ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാകാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. എന്തിന്? ഓന്തായി കിടക്കുന്ന നൃഗമഹാരാജാവിന് പോലും ഉണ്ടായി, ആനയായിത്തീർന്ന ഗജേന്ദ്രനും ഉണ്ടായി. അപ്പോൾ പിന്നെ നമുക്ക് അവരെക്കാൾ വിശേഷ ബുദ്ധിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന നമുക്ക് അത് കിട്ടിക്കൂടെ? അപ്പോൾ ഓരോ തത്വസമീക്ഷാ സത്രവും കഴിയുമ്പോൾ ഭഗവാനോട് നാം അടുക്കുന്നു. ഭഗവാൻ നമ്മളുടെ നേർക്ക് വിരൽ ചൂണ്ടി ഭക്തോസി സഖാസി എന്ന് പറയുന്നുണ്ടോ എന്ന് ചെകടോർക്കണം. പറഞ്ഞു കേട്ടാൽ ഭാഗ്യം, പറഞ്ഞു കേട്ടില്ലെങ്കിൽ വിടരുത്. പറയിക്കും വരെ നമ്മൾ ഭക്തോസി സഖാസി. ഭഗവാന്റെ ഭക്തനും ഭഗവാന്റെ സഖാവുമാവാൻ നമ്മൾ എന്ത് എമൗണ്ടാണ് ട്രഷറിയിൽ അടയ്ക്കേണ്ടത്? നമ്മൾ എന്താ നാമം ചൊല്ലിയാൽ മതി. ഭഗവാന്റെ നാമം എന്ന് പറഞ്ഞാൽ നാമിയെ ഉൾക്കൊള്ളുന്നതാണ് നാമം. രാമ രാമ എന്ന് പറയുമ്പോൾ ആ രാമ എന്ന രണ്ടക്ഷരത്തിൽ ശ്രീരാമൻ്റെ കോദണ്ഡപാണിയായ രൂപം നിറഞ്ഞിരിക്കണം. പക്ഷെ എളുപ്പം നാമം ചൊല്ലലാണ്. നാമിയെ സാക്ഷാത്കരിക്കാൻ കഴിയും മുമ്പേ നാവ് കൊണ്ട് നാമം ചൊല്ലല്ലോ. രാമൻ കോദണ്ഡപാണിയായിട്ട് നമ്മുടെ ഉള്ളിൽ തെളിയാൻ ചിലപ്പോൾ വൈകിയേക്കും. പക്ഷേ രാമ എന്നുള്ള രണ്ടക്ഷരം ചൊല്ലാൻ ബുദ്ധിമുട്ടില്ല, കൂട്ടക്ഷരം പോലും ഇല്ല. അതുകൊണ്ടാണ് കൊള്ളക്കാരനും കൊലപാതകയുമായ രത്നാകരന് രാമനാമം തെറ്റായിട്ട് മരാമര എന്നൊക്കെ ചൊല്ലിക്കൊടുത്തു എന്നൊക്കെയാണ് ഐതിഹ്യം.
എന്തായാലും അങ്ങേര് രക്ഷപ്പെട്ടു. രക്ഷപ്പെടുക മാത്രമല്ല, അനേകം പേരെ രക്ഷപ്പെടുത്തി. വാൽമീകി രാമായണം എന്ന മഹാകാവ്യത്തിലൂടെ, ആദികാവ്യമെന്നാ പേര്. ഇന്നലെ സ്വാമിജി ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്രീരാമൻ്റെ മഹിമയെപ്പറ്റി ആവർത്തിച്ച് നമ്മെ കേൾപ്പിച്ചു. ആ ശ്രീരാമൻ്റെ കഥ എഴുതാൻ ഈ രത്നാകരന് എങ്ങനെ കഴിഞ്ഞു? രാമനാമ ജപ മഹാത്മ്യം കൊണ്ട്. അതിനു മുൻപ് ഉള്ളിൽ കാരുണ്യം ഉദയം ചെയ്തതുകൊണ്ട്. ക്രൗഞ്ച പക്ഷികളിൽ 2 ഒന്നിനെ വേടൻ കൊന്നപ്പോൾ മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതി സമാഹ യത് ക്രൗഞ്ചമിഥുനാത് ഏകം അവധീഹി കാമമോഹിതം. അതെവിടെ നിന്നുദിച്ചു? ഒരു പക്ഷിയുടെ എണ്ണപ്പക്ഷിയെ വേടൻ കൊന്നാൽ കുളിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന തംസാ നദിയിലേക്ക് കുളിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന വാൽമീകിക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്യം പുറപ്പെടേണ്ട കാര്യമെന്ത്? ആ കരയുന്ന പക്ഷിയുടെ ജീവനും തൻ്റെ ജീവനും ഒന്ന്. അതിനുണ്ടായ വേദന തനിക്കുണ്ടായ വേദനയായിട്ട് അദ്ദേഹത്തിന് തോന്നി. ഇതിന് സംവേദനം എന്ന് പറയും. നമ്മൾ എവിടെയെങ്കിലും സുനാമിയോ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കലോ ഉരുളുപൊട്ടലോ ഒക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സങ്കടം തോന്നും. എങ്കിൽ അതിനർത്ഥം ഈ സംവേദനം, സഹാനുഭൂതി. ഈ സംവേദനം നമുക്ക് സ്ഥിരമായൊരു ഭാവമായി വരണം. അതിനാണ് ഇത്തരം തത്വസമീക്ഷാസത്രം. ശ്രീമദ് ഭാഗവത മഹാത്മ്യവും ഭാഗവത അവതരണവും എന്ന 2 വിഷയം സ്പർശിച്ചുകൊണ്ട് നമുക്ക് കുറച്ചു നേരം ചിന്തിക്കാം. മഹാത്മ്യം എന്നത് ഒരു 6 അധ്യായം ഉൾക്കൊള്ളുന്ന 500 ശ്ലോകമുള്ള ഒരു ഭാഗം. അത് പുരാണത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. സദ്യ ആളുകൾ പുരാണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു നെറ്റി ചുളിക്കാനൊരു വാസന. ആർക്ക് വേണം ഈ പഴംപുരാണം? പഴംപുരാണം എന്ന് അധിക്ഷേപിക്കുന്നത് എന്തുകൊണ്ടാച്ചാൽ ഇന്ന് അതിന് പ്രസക്തിയില്ല. അങ്ങനെയാണെങ്കിൽ ശരിയാ, പഴംപുരാണം തള്ളിക്കളയാം. പക്ഷെ ഇന്നും പ്രസക്തി ഉണ്ടെങ്കിലോ? ഉണ്ടെന്നുള്ളതിന് തെളിവെന്താ? അതിൽ വിവരിക്കുന്ന കഥ നമ്മുടെ അനുഭവത്തിലേക്ക് ഇണങ്ങി വരുന്നുണ്ടോ നോക്കുക. കലി വിളയാടി തുടങ്ങി ഭൂമിയിൽ. കലിയുടെ വൈഭവങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യം നാസ്തി, ദയാനാസ്തി, തപോനാസ്തി, ഇതൊക്കെ എങ്ങനെയാണ് ലോകത്തിൽ പ്രചരിച്ചിരിക്കുന്നത് എന്ന് നോക്കിക്കാണുകയാണ് നാരദൻ. അത് ഈ പറഞ്ഞ സംവേദനം കൊണ്ടല്ലേ. ഭൂമിയിലെ ജനങ്ങൾ എന്തെല്ലാം നുണ പറഞ്ഞാലും അപകടങ്ങൾ കാണിച്ചാലും നാരദമുനിക്ക് വീണയും വീട്ടി നടന്നാൽ പോലെ വൈകുണ്ഠം വരെ വിസ പോലും വേണ്ട. അഥവാ പെർമനൻ്റ് വിസ തന്നെ ഉണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ഇങ്ങനെ എല്ലാം ചെയ്തേ. ഒരു രംഗം കണ്ടു. നോക്കിയപ്പോൾ ഒരു സ്ത്രീ, അവരുടെ അടുത്ത് കിടക്കണോ 2 പേർ ആൺകുട്ടികൾ. അതിൻ്റെ പുറമെ കുറേ പേര് തോഴിമാർ. ആരാ നിങ്ങൾ? എൻ്റെ പേര് ഭക്തി. ഇവർ ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി മുതലായവർ. ഈ കിടക്കണവരെ ചൊല്ലിയാണ് എൻ്റെ വേദന. ഈ കിടക്കുന്ന 2 പേര് എൻ്റെ മക്കളാണ്. എങ്ങനെ വിശ്വസിക്കും? അമ്മയ്ക്ക് ചെറുപ്പം, കുട്ടികൾക്ക് എത്രയാ പ്രായം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ തളർന്നു കിടക്കുക. വിശ്വസിക്കാൻ പറ്റുന്നില്ലോ എന്ന് പറഞ്ഞു. എന്നാൽ സത്യം അതാണ്, വിശ്വസിക്കണം. ഇത് ജ്ഞാനം, ഇത് വൈരാഗ്യം. ഇവർ 2 പേരും എന്നിൽ നിന്ന് ഉത്ഭവിച്ചവരാണ്. തത്വസമീക്ഷാ രീതിയിൽ നോക്കുമ്പോൾ ഭക്തിദേവിയുടെ പ്രസ്താവനയിൽ നിന്ന് നാം എന്ത് ഗ്രഹിക്കണം? ഒരാൾ എങ്ങനെയെങ്കിലും പാടുപെട്ട് ഭക്തനായാൽ അയാളിലേക്ക് തനിയെ കയറി വരും ജ്ഞാനവും വൈരാഗ്യവും. അതിന് പ്രത്യേക ആപ്ലിക്കേഷനോ പണമടയ്ക്കലോ വേണ്ട. ത്വത്ഭക്തിസ്തു കഥാരസാമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി. പട്ടേരിപ്പാട് പറയാ, ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക, എനിക്ക് ഭക്തി ഉണ്ടാവാൻ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ഭക്തി മതിയോ പട്ടേരി? ജ്ഞാനം വേണ്ടേ? അതിനുള്ള മറുപടി അടുത്ത വരിയിൽ. ത്വത്ഭക്തിസ്തു കഥാരസാമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി. പ്രത്യേകിച്ചൊരു എഫർട്ട് കൂടാതെ നമുക്ക് ഭക്തി ഉണ്ടാവും. ഭഗവാന്റെ കഥകൾ ഇങ്ങനെ കാതിൽ വീഴുമ്പോൾ എങ്ങനെയായാലും ഒരു ഭാവഭേദം നമ്മുടെ ഉള്ളിൽ വരും.
വിമല പ്രബോധ പദവിയും അക്ലേശതസ്തന്വതി. പിന്നീട് ഭക്തി എങ്ങനെ ജ്ഞാനത്തിലേക്ക് പരിണമിക്കുന്നു നമ്മൾ അറിയില്ല. അക്ലേശത, വിത്തൗട്ട് എനി സ്പെഷ്യൽ എഫർട്ട്. അതിനായിട്ടൊരു പ്രത്യേക ശ്രമം വേണ്ട. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഓം നമ ശിവായ, ഓം നമ ശിവായ ചൊല്ലിക്കൊണ്ടേയിരിക്കണം ഒരാൾ. കുറേ കഴിയുമ്പോൾ അയാൾക്ക് തന്നെ ശിവൻ ഉള്ളിൽ നിറയുമ്പോൾ അയാൾ എന്ത് പറയാൻ തുടങ്ങും? ചിദാനന്ദരൂപ ശിവോഹം 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 ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും ഉദാഹരണം നമുക്ക് ഇതിൽ കാണാം. ഓം നമ ശിവായ എന്ന് പറയുമ്പോൾ അത് ഭക്തി. ശിവൻ വേറെ, ശിവന്റെ മുമ്പിൽ പ്രണമിച്ചു നിൽക്കുന്ന ഭക്തൻ വേറെ. അവിടെ ഭേദമുണ്ട്, ദ്വന്ദ്വമുണ്ട്. അത് ഭക്തി. ഭക്തിയിൽ ഭക്തനും ഭഗവാനും വേറെയാണ്. എന്നാൽ ഭഗവാനാണ് എല്ലാം എന്ന ഉറച്ച വിചാരത്തിൽ ശരണം പ്രാപിക്കണം. എങ്കിലും അവിടെ ഭക്തൻ വേറെ, ഭഗവാൻ വേറെ. കൽക്കണ്ടം വേറെ, കൽക്കണ്ടം തിന്നുന്നവൻ വേറെ. നിനക്ക് കൽക്കണ്ടായിരിക്കണോ കൽക്കണ്ട തിന്നുന്നവനായിരിക്കണമോ എന്ന ചോദ്യത്തിന് മറുപടി രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു, സുഖം കൽക്കണ്ട തിന്നണ ആളാവുക. കൽക്കണ്ടായിരിക്കുമ്പോൾ കൽക്കണ്ടിന് എന്തിനു മാധുര്യാനുഭവം ഉണ്ടാവില്ലല്ലോ. എന്നാൽ എന്നും അങ്ങനെ ഇരിക്കില്ല. കുറേ കഴിയുമ്പോൾ ഞാൻ ആരുടെ മുമ്പിലാണ് നമസ്കരിക്കുന്നത്? ഞാൻ എന്നെ തന്നെയല്ലേ നമസ്കരിക്കുന്നത്? ഈ നിരന്തരമായ പഞ്ചാക്ഷര മന്ത്ര ജപം കൊണ്ട് എൻ്റെ ഉള്ളിൽ തന്നെ മഹേശ്വരൻ തെളിഞ്ഞല്ലോ. അപ്പം ഞാൻ എന്തിന് ഭേദഭാവം പുലർത്തണം? ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അയാൾ ഭക്തിയിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് അയാൾ അറിയാതെ സംക്രമിച്ചു. അതിൻ്റെ തെളിവാണ് ശിവോഹം, അഹം ശിവ. ഞാൻ ശിവഭക്തൻ എന്നതിൽ നിന്ന് ആ നേരിയ ഒരു കർട്ടൻ, ഭേദം എന്ന കർട്ടൻ, ഭക്തൻ വേറെ ഭഗവാൻ വേറെ എന്ന കർട്ടൻ നീങ്ങി ശിവോഹം ശിവോഹം. ഈ പരമസത്യത്തെ നമുക്ക് ധ്യാനിക്കാം എന്ന മുദ്രാവാക്യമാണ് നാം ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഈ ധ്യാനിക്കുമ്പോൾ എന്താവും? ധ്യാനധ്യേയ ധ്യാതരൂപ. ധ്യാനിച്ച് ധ്യാനിച്ച് നാം സ്വയം സത്യസ്വരൂപനാവും. ഈ സത്യസ്വരൂപനാവുക എന്നുള്ളത് ഏതെങ്കിലും കാലഘട്ടത്തിൽ കാലഹരണപ്പെടുമോ? പെടില്ലല്ലോ. ഭാഗവതം കാലഹരണപ്പെടാത്തൊരു ഗ്രന്ഥമാണെന്നുള്ളതിന് തെളിവ് സത്യം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം പുരാണം പ്രസക്തമാണ്. ആധുനിക പ്രസക്തിയുണ്ട്. ഈ കാലത്തേക്ക് റെലവൻസ് ഉണ്ട്. അതുകൊണ്ട് പുരാണം പഴഞ്ചൻ. നമ്മൾ നവീന യുഗത്തിൽ സയൻറ്റിഫിക് ഏജ് എന്നൊക്കെ പറയും. സയൻസിൻ്റെ യുഗത്തിലായിരിക്കുന്നത്. സയൻസിന് അങ്ങനെ പരമലക്ഷ്യത്തിലൊന്നും എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ദേ ആർ സീക്കിങ്. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. ഓരോന്നും നീങ്ങിപ്പോണം. ചൊവ്വയിലേക്ക് പോയി, ചന്ദ്രനിലേക്ക് പോയി എന്നൊക്കെ പറയണം. ഇനിയും പോകേണ്ട എത്രയുണ്ട്. അപ്പോൾ അവരുടെ അന്വേഷണത്തിന് ഫുൾ സ്റ്റോപ്പ് ആയിട്ടില്ല. അപ്പോൾ സയൻറ്റിസ്റ്റ്, ട്രൂ സയൻറ്റിസ്റ്റ് എന്ന് പറയണോ? ഞങ്ങളുടെ സയൻസ് ഇൻകംപ്ലീറ്റ് ആണ്. എന്നാൽ ഞങ്ങളുടെ സയൻസ് കംപ്ലീറ്റ് ആണെന്ന് പറയാൻ ഇന്നലെ സ്വാമിജി ആവർത്തിച്ച് പറഞ്ഞ പോലെ കഴിയുന്ന ചിലർ ഈ ഭാരതഭൂമിയിലുണ്ടായിട്ടുണ്ട്. അവരാണ് ഋഷീശ്വരന്മാർ. ഈ ഋഷീശ്വരന്മാർ ത്രികാലജ്ഞാനികളാണ്. ഋഷി എന്ന വാക്കിന് തന്നെ ദർശനം കിട്ടിയവൻ. ഋഷിശ്ചാകില ദർശനാത്. ഋഷി ഈസ് ഹൂ ഹാസ് ഹിസ് ഓൺ വിഷൻ, ദർശനം. എന്താണ് സത്യമെന്ന് സ്വയം അന്വേഷിച്ച് അതിൻ്റെ ഉത്തരം സ്വയം കിട്ടി അതിൽ ആനന്ദിക്കുന്നവനാണ് ആനന്ദം ബ്രഹ്മേതി വിദ്വാൻ. ഉപനിഷത്തിൽ പറയണം, ആനന്ദമാണ് ബ്രഹ്മം. ബ്രഹ്മത്തിന് രൂപം തൊട്ട് കാണിക്കാൻ ഇല്ല. ആനന്ദം, സത്ത്, ചിത്ത്, ആനന്ദം. ആനന്ദം നമ്മുടെ ഉള്ളിൽ സ്ഥിരം അറിയുമ്പോൾ, അതുകൊണ്ട് നാരദ മഹർഷിക്ക് ആ ഭക്തിദേവിയുടെ പരിതാപ അവസ്ഥ കണ്ടപ്പോൾ, ഇന്നും അങ്ങനെ തന്നെയല്ലേ? ഭക്തി കുറേശ്ശയുണ്ട് നമുക്ക്, അത് ജ്ഞാനവൈരാഗ്യത്തിലേക്ക് സംക്രമിക്കുന്നില്ല. അതിനെന്ത് വേണം? സാധന വേണം, നിരന്തരമായ ചിന്തനം വേണം.
ശൃണ്വൻ വിപഠൻ വിചാരണപരഹ. 12-ാം സ്കന്ധം ലാസ്റ്റ് സ്കന്ധത്തിൽ നമുക്ക് 13-ാം അധ്യായത്തിൽ കേൾക്കാം ഫലശ്രുതി. എന്താണ് ഈ ഭാഗവതം കേട്ടിട്ട് സിദ്ധിക്കുന്ന പ്രയോജനം? പഠൻ ശൃണ്വൻ വിപഠൻ വിചാരണപരഹ. കേൾക്കണം, കേട്ട് കഴിയുമ്പോൾ ഇതൊന്ന് വായിക്കണം തോന്നും, വായിക്കുമ്പോൾ തോന്നും ഇതിനെപ്പറ്റി ഒന്ന് പേർത്തും ചിന്തിക്കണം തോന്നും. പശു പുല്ല് തിന്നാൽ വെറുതെ ഇരിക്കില്ല, എവിടെയെങ്കിലും ഒരു ഒഴിവുള്ള തണലുള്ള സ്ഥലത്ത് കിടക്കും, കുറേ നേരം അയവറക്കും. ഈ അയവറക്കല്ലാണ് പച്ചപ്പുല്ല് പാലായി മാറുന്നത്. അതിനറിയാം പുല്ല് പാലായി മാറണമെങ്കിൽ അതിന് ചില പ്രോസസ്സുണ്ട്. പാലാഴി കടഞ്ഞ അമൃത് കിട്ടാൻ എത്ര പാടുപെട്ടു ദേവന്മാർ. പക്ഷെ കിട്ടി, വിടാതെ പരിശ്രമിച്ചതുകൊണ്ട് കിട്ടി. അതുപോലൊരു മഥന പ്രക്രിയ നമ്മുടെ ഉള്ളിൽ നടക്കണം എന്ന് വിചാരിച്ചാണ് സ്വാമിജി ഇതിന് തത്വസമീക്ഷാ സത്രം എന്ന് പേരിട്ടത്. ഓരോരുത്തരും ഭാഗവത കഥകളും ഭാഗവതത്തിലെ കാര്യങ്ങളും കേട്ട് കഴിയുമ്പോൾ ഇതിനോട് നമുക്കെന്ത് ബന്ധം എന്നൊരു ചിന്ത വരും. ആ നമുക്കെന്ത് ബന്ധം എന്നുള്ള ചിന്തയ്ക്ക് ഈ മഹാത്മ്യത്തിൽ ഉത്തരം കിട്ടുന്നു. സംവേദനം. ഒരാൾ പരിതാപാവസ്ഥയിൽ ഇരിക്കുന്നത് കണ്ടാൽ ഭക്തിക്ക് എന്താ പരിതാപാവസ്ഥ? താനിരിക്കുന്നു ഒരു ശരാശരി ഉന്മേഷത്തോടു കൂടി, എന്നാൽ തീരെ അവശാവസ്ഥയിൽ കിടക്കുന്നു തൻ്റെ മക്കളായ ജ്ഞാനവൈരാഗ്യങ്ങൾ. ഭക്തി എന്തിനു സങ്കടപ്പെടണം? കുട്ടികൾ അതിൻ്റെ പാട്ടിന് ഇരുന്നോട്ടെ, ആ വിറ്റയുടെ തലയിലെടുത്ത് എനിക്ക് കുഴപ്പമൊന്നുമല്ലോ എന്നല്ല. താൻ ജ്ഞാനവൈരാഗ്യങ്ങളെ ജനിപ്പിക്കുമ്പോൾ ആ ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണർന്ന് ആളുകൾക്ക് ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. നമ്മളാരാ? അഹം ബ്രഹ്മ അസ്മി. അത് അവസാനം, അന്വേഷണത്തിൻ്റെ അവസാനം മാത്രമേ ആ ബോധം വരും. അതുവരെ ഇങ്ങനെ നിരന്തരമായ കോഹം കോഹം കോഹം. ഊ ആം ഐ, ഞാൻ ആരാ? ആദ്യം കിട്ടുന്ന അത്തരം എന്താണെന്നറിയോ? ഐ എം ബോഡി, ദേഹോഹം, ഞാൻ ദേഹമാണ്. പിന്നെ അയാൾ എന്നെ ആലോചിച്ചു, ഈ ദേഹത്തിൽ ചില ഭാഗങ്ങൾ കെട്ടുപോകണം, അപ്പോഴും ഞാനുണ്ടല്ലോ. കണ്ണിന് കാഴ്ച കുറഞ്ഞു, ആർക്ക്? എനിക്ക്. ചെവി കേൾക്കാതായി, ആർക്ക്? എനിക്ക്. വയറ് വേദനിക്കുന്നു, ആർക്ക്? എനിക്ക്. അപ്പോൾ ഈ വയറിൽ നിന്നും കാതിൽ നിന്നും കണ്ണിൽ നിന്നും വ്യത്യസ്തമായൊരു ഞാൻ. എത്ര സിമ്പിൾ എൻക്വയറിയാ ബ്രഹ്മജ്ഞാനത്തിന് ഒരു ഷോർട്ട് കട്ടാണ്. ഞാൻ ദേഹമല്ല. അപ്പോൾ പിന്നെ ആരാണ്? കോഹം, അഹംകഹ. രമണ മഹർഷികൾ സ്വയം ചോദിച്ചു, ഞാൻ യാർ? അതിന് അദ്ദേഹത്തിന് ദീർഘമായ സാധനയുടെ ഫലമായിട്ട് കിട്ടിയ ഉത്തരം എന്താ? ഞാൻ ആത്മാവാണ്. അപ്പോൾ അദ്ദേഹം തന്നെപ്പറ്റി പറയുമ്പോൾ ഈ ശരീരത്തെ ചൂണ്ടിക്കാണിച്ച് ഇത് എന്നാണ് അത്രേ പറയുക. കാരണം ആത്മാവിന് ഈ ദേഹത്തെ ആയതനമായിട്ടേ കാണാനൊക്കും. പാർപ്പിടം. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിതി അഭിധീയതേ. ദേവാലയം എന്ന പോലെ ഇത് നമുക്ക് ആത്മാവിനിരിക്കാനുള്ളൊരാലയം. ഇത് ഉണ്ടായാൽ തന്നെയും പെട്ടെന്ന് നമ്മൾ ഈ മായയിൽപ്പെടും. അതുകൊണ്ട് ഇതുണ്ടാകണം എന്ന് വിചാരമുള്ളിടത്തോളം കാലം ഭാഗവതത്തിന് പ്രസക്തിയുണ്ട്. ഉണ്ടായാൽ മാത്രം പോരാ, അത് മങ്ങിപ്പോകുമ്പോൾ, സത്യബോധം മങ്ങുമ്പോൾ അതിനെ വീണ്ടും ഉയർത്തി സത്യബോധത്തിലേക്ക് ഉയർത്തിക്കെട്ടാനും ഭാഗവതം വേണം. അപ്പം നമുക്ക് ഉദാഹരണങ്ങൾ ധാരാളം. ലോകത്തിൽ ഇന്ദ്രിയങ്ങളോടുകൂടി ജീവിക്കുന്ന നമുക്ക് ആ ഇന്ദ്രിയങ്ങളോട് ചേർന്ന വിധത്തിലുള്ള വീക്ഷണമേ അനുഭവപ്പെടും. അതുകൊണ്ടാണ് കഥകൾ. കഥയ്ക്ക് വേണ്ടിയല്ല കഥകൾ. പക്ഷേ കഥയെ തള്ളാനും പാടില്ല. ഇലയുടെ ഉണ്ടാക്കണമെങ്കിൽ ഇല വേണ്ടേ എന്ന് വെച്ചിട്ട് ആരെങ്കിലും ഇല ഫസ്റ്റ് കം ഫസ്റ്റ് സർവ്ഡ്, ഇല ആദ്യം തിന്ന, പിന്നെ അട തിന്ന, അങ്ങനെയുണ്ടോ? വന്നത് ഇലയാണ് ആദ്യം, പക്ഷെ കളയേണ്ടതും ഇല. എന്നാൽ പിന്നെ എന്തിനാ ഇല വെച്ചാൽ ഈ അട വെന്ത് നമുക്ക് ഭക്ഷ്യയോഗ്യമാവണമെങ്കിൽ ഇല വേണം. അപ്പം കഥകളെ നമ്മൾ തള്ളരുത്. കഥയിൽ മാത്രം നിൽക്കാതെ കഥ എന്തിന് എന്ന് നാടൻ മട്ടിൽ പറയാൻ, ഒരു കഥയില്ലാത്തവൻ.
ആളുകളെ പറ്റി പറയുമ്പോൾ ഗുഡ് ഫോർ നത്തിങ് എന്ന അർത്ഥത്തിലാണ് കഥയില്ലാത്തവൻ. എന്താ എൻ്റെ അർത്ഥം? കഥയില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ താൻ ആരാണ് എന്താണ് എന്ന് അന്വേഷിച്ചറിയാനുള്ള ഒരു വ്യഗ്രതയില്ലാതെ വെറുതെ ചാപ്പാട് കഴിക്കുക ഉറങ്ങുക, ചാപ്പാട് കഴിക്കുക ഉറങ്ങുക, ഇടയ്ക്ക് ഇടവേള ഉണ്ടെങ്കിൽ ഒന്ന് ചീട്ട് കളിക്കുക, പരദൂഷണം ചെയ്യുക, മതി, ധാരാളമായി. അവിടെ ചെല്ലുമ്പോൾ യമൻ ചോദിക്കും, നിങ്ങൾ എന്തൊക്കെ ചെയ്തു ജീവിതത്തിലെ പുണ്യകർമ്മങ്ങൾ? മറുപടി പറയാനില്ല. അപ്പോൾ ഭാവിയിൽ നമുക്ക് വരാനിരിക്കുന്ന പുനരഭിജനനം പുനരഭിമരണം എന്ന ഈ ഭവസാഗര ഭ്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം ഇത് മൂന്നും വേണം. നൈമിഷാരണ്യം എന്ന സ്ഥലത്ത് ഇപ്പോഴും ആ സ്ഥലമുണ്ട്, ഉത്തർപ്രദേശിൽ നേപ്പാൾ അതിർത്തിയുടെ അവിടെ എത്താറായപ്പോൾ. അപ്പോൾ അവിടെ നൈമിഷാരണ്യത്തിൽ ഇരുന്നുകൊണ്ട് ശൗനകാദികൾ ചോദിച്ച ചോദ്യം അവരുടെ മാത്രം പേഴ്സണൽ പ്രോബ്ലമല്ല. ഭക്തിജ്ഞാന വിരാഗാപ്തോ വിവേകോ വർദ്ധത്തെ മഹാൻ. ഭാഗവതം ശാസ്ത്രം കലൗ കേരേണ ഭാഷിതം. കലിയുഗത്തിലുള്ളവർക്ക് മാർഗദർശനം നൽകാനായി ശുഖബ്രഹ്മർഷി ദയാപൂർവം ലോകത്തിന് സമർപ്പിച്ചിട്ടുള്ളതാണ് ഭാഗവതം. അപ്പോൾ ആളുകൾക്ക് ആവശ്യക്കാരുണ്ടോ? ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നല്ലേ പറയാം. കുമ്പളങ്ങയ്ക്ക് ധാരാളം ആവശ്യക്കാരുണ്ടെങ്കിൽ കുമ്പളങ്ങ ഇങ്ങനെ വരും. വിഷു അടുത്ത് വരുമ്പോൾ എത്ര വെള്ളരിക്ക വരാം മാർക്കറ്റിലില്ലേ? റോഡിൻ്റെ 2 സൈഡിലും വെള്ളരിക്ക. എല്ലാ കാലത്തും വെള്ളരിക്ക കാണില്ല, അപ്പം കാണും. കണി വയ്ക്കാൻ വെള്ളരിക്ക വേണം. ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതിന് കണക്കാക്കി വിഷുവിന് പാകമാവുന്ന വിധത്തിൽ ഗോൾഡൻ കളറാവത്തക്കവണ്ണം പുഴയോരത്തോ പറമ്പുകളിലോ വെള്ളരി കൃഷി ചെയ്യും. ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഏറ്റവും ഡിമാൻഡ് ഭാഗവതത്തിന് കലിയുഗത്തിലാണ്. കൃതത്രേതാ ദ്വാപര യുഗങ്ങളിൽ ആളുകൾ ഇത്ര തന്നെ മാർഗഭ്രംശം വരാതെ ജീവിച്ചു. കലിയുഗത്തിൽ മാർഗഭ്രംശമേ ഉള്ളൂ. സത്യം നാസ്തി, ദയാ നാസ്തി, തപോ നാസ്തി. മനുഷ്യന് എന്താണോ വില അതൊന്നുമില്ല, മൂല്യമേ ഇല്ലാത്ത. കള്ളനോട്ട് കിട്ടിയാൽ വല്ല കാര്യമുണ്ടോ? കടലാസിലും ഉമിക്കരി പൊതിയാന്നല്ലാണ്ട് ആ കള്ളനോട്ടിൽ ചിലവാക്കിയിട്ട് കാപ്പി കുടിക്കാൻ കൂടി പറ്റില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് സത്യം, ധർമ്മം, ശാന്തി, പ്രേമം, അഹിംസ തുടങ്ങിയ മാനുഷിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായൊരു ജീവിതം. അങ്ങനെ ജീവിച്ചില്ലെങ്കിൽ എന്താവും? വേറെ ഒന്നാവില്ല. ഇവിടുന്ന് പിന്നെയും 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 പുനരഭിജനനം, പുനരഭിമരണം. ഇതെന്താ അതിലെ രസം? ആവർത്തിച്ച് ആവർത്തിച്ച് ജനിക്കുക, ജീവിക്കുക, മരിക്കുക. ജനിച്ച് ജീവിച്ച് മരിക്കൽ മാത്രമല്ല, അതിൻ്റെ ഇടയിൽ എന്തെല്ലാം ഘട്ടങ്ങൾ! ജന്മ, വ്യാധി, ജല, വിപത്യ, മരണൈഹി അത്യന്ത ദുസ്സംഘടനം. വളരെയധികം കട്ടപ്പാട്. ഒരു ജന്മത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ എത്രയാ എണ്ണയാലൊടുങ്ങാത്ത ദുരിതങ്ങൾ. അങ്ങനെ വരുമ്പോൾ ഇനിയും ജനിക്കുക, ഈശ്വര നല്ലേ തോന്നുക. അപ്പോൾ കലിയുഗത്തിലാണ് ഭാഗവതത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. അതുകൊണ്ട് കലിയുഗത്തിലെ കാര്യങ്ങൾ വർണ്ണിച്ചുകൊണ്ട് ഭാഗവത മഹാത്മ്യം ആരംഭിച്ചു. നാരദമുനി ആരുടെ സങ്കടവും കാണാൻ ഇഷ്ടപ്പെടാത്ത, എല്ലാവരുടെയും സങ്കടം തീർത്ത് കൊടുക്കുന്ന നാരം ദദാതി ഇതി നാരദ. സങ്കടം തീരാൻ എന്ത് വഴി? സന്തോഷം ഉണ്ടാക്കുക. ഇരുട്ട് പോകാൻ എന്ത് വഴി? വെളിച്ചം കൊണ്ടുവരിക. അജ്ഞാനം കൊണ്ടാണ് സങ്കടം, അത് നീങ്ങാൻ ജ്ഞാനോപദേശം. അതിനെന്ത് വഴി? ആലോചിച്ചു. ഭക്തിദേവിയെ ആഗ്രഹപ്രകാരം ഈ മയങ്ങിക്കിടക്കുന്ന 2 പേരുടെയും ചെവിയിൽ മന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ചു. അദ്ദേഹത്തിന് ആകെ ഡിസപ്പോയിൻമെൻറ്റ്, നിരാശ. ഇതിനു മുമ്പൊക്കെ എത്രയോ പേരെ നേർവഴിക്ക് നയിച്ചിട്ടുണ്ട്, ഇത്ര പാടുപെടേണ്ടി വന്നിട്ടില്ല. ഇപ്പം ഈ കുട്ടികൾ അനങ്ങണമല്ലോ. ഞാനീ ചെയ്ത പരിശ്രമമൊക്കെ വെറുതെ പാഴായി പോയല്ലോ. സങ്കടമായി. ആദ്യത്തെ പരാജയം പോലെ അദ്ദേഹത്തിന്. ഭക്തിദേവിയോട് പറഞ്ഞു, ഞാൻ അന്വേഷിച്ച് വരാം, എന്തായാലും നിങ്ങളുടെ സങ്കടം തീർത്തു തരണം എന്നുള്ളത് എൻ്റെ ഒരു മിഷനാണ് എന്ന് പറഞ്ഞു. ശരി, പക്ഷേ ആര് പറഞ്ഞു കൊടുക്കും വഴി? അങ്ങനെ ബദിരി വിശാല എന്ന സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുക, നരനാരായണന്മാരൊക്കെ ഇരിക്കുന്ന സ്ഥലം. അവിടെ സനകാദികൾ വരുന്നു.
സനകാദികൾ ഇന്നലെ സ്വാമിജി പറഞ്ഞു തീർത്ഥങ്ങളിൽ നിന്നൊക്കെ ജലം സംഭരിച്ചു വച്ചിട്ടുണ്ട്. അതിലൊന്ന് അളകനന്ദ തീർത്ഥമാണ്. ബദരീനാഥ സന്നിധിയിൽ ഒഴുകുന്ന അളകനന്ദ. അളകനന്ദയുടെ വെള്ളം തൊടുക പോലും വേണ്ട. ഈക്ഷയ അളകനന്ദായ. ദൂരെ നിന്ന് അളകനന്ദയൊന്ന് കണ്ടാൽ തന്നെ നമുക്ക് പുണ്യം എന്നാണ്. ആ ജലമൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഒരു മഹാഭാഗ്യം. 7 സാഗരങ്ങൾ, സപ്തസാഗരങ്ങൾ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അന്റാർട്ടിക്ക, ആർട്ടിക്, പിന്നെ സൗത്ത് ആൻഡ് നോർത്ത്, അല്ല ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് അറ്റ്ലാന്റിക്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് പസഫിക്, അവസാനം നമ്മുടെ ഇന്ത്യയെ ആലിംഗനം ചെയ്യുന്ന ഇന്ത്യാ സമുദ്രം. 7 സാഗരങ്ങൾ, അനേകം പുണ്യതീർത്ഥങ്ങൾ. അവിടെ നിന്നൊക്കെ ഈ ബദരിയിലിരിക്കുന്ന അത് പുണ്യമാണ്. ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞു, ഞാൻ ദേഹം വിട്ടാൽ താൻ ഇവിടെ ഒന്നും ഇരിക്കണ്ട, പൊക്കോളൂ, രക്ഷ, ബദരിയിലേക്ക് പൊക്കോളൂ. അവിടെ ആ മണ്ണിൽ കാൽ കുത്തിയാൽ എവിടെ നിന്നെന്നറിഞ്ഞുകൂടാ ഒരു ദൈവികമായൊരു ആവേശം നമുക്ക് കൈവരും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തീർത്ഥയാത്രയിൽ അവിടേക്കൊക്കെ പോണത്. ഗംഗോത്രി, യമുനോത്രി, ബദരി, കേദാർ, 4 ചതുർത്ഥാം എന്ന് പറയും. 4 ഭാഗം, 4 പുണ്യസ്ഥാനങ്ങൾ. അവിടെ ഇരിക്കുന്ന സമയത്താണ് സനകാദികൾ വരുന്നത്. കഥം ബ്രഹ്മൻ ദീനമുഖ വൈ ആർ യു വറീഡ്. കാരണം നാരദൻ്റെ മുഖത്ത് ദുഃഖമേ ഇതുവരെ കണ്ടിട്ടില്ല. അജ്ഞാനത്തിൻ്റെ ഫലമാണ് ദുഃഖം. ഇദ്ദേഹം ജ്ഞാനിയാണ്. ആളുകൾക്ക് ജ്ഞാനം പകർന്നു കൊടുക്കുന്ന ആൾ സ്വയം ദുഃഖിക്കുമോ? അതാണ് കഥം ബ്രഹ്മൻ. എന്താ ഇങ്ങനെ? എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഭക്തിദേവിയുടെ സങ്കടം തീർത്തു കൊടുക്കാൻ പറ്റിയില്ല. ഇത്രയുള്ളൂ, കമാണ്, വരൂ, ഗംഗാ തീരത്തിരുന്ന് ഞാൻ ഭാഗവതം വായിക്കാം. എത്ര പെട്ടെന്നാണ് മറുപടി കിട്ടിയത് സനകാദികളിൽ നിന്ന്. ഈ സനകാദികളായ ശുദ്ധ സത്വഗുണക്കാരാണ്. ബ്രഹ്മാവിൻ്റെ ആദ്യ സൃഷ്ടികളാണ്. പൂർവേഷാമപി പൂർവജാഹ എന്നാണ് പറയാൻ. എത്ര പഴക്കമുള്ളവരെക്കാളും പഴകിയവർ. എന്നാലോ സദാ പഞ്ചഹായനാഹ, എപ്പോഴും 5 വയസ്സേ തോന്നും. അതെന്താ അങ്ങനെ? എത്രയാ പ്രായം എന്ന് കണക്കാക്കാൻ പറ്റില്ല എന്നൊരു ഭാഗത്ത്. എപ്പോഴും 5 വയസ്സ് കുട്ടിയുടെ ആ ഒരു സമ്പ്രദായം എങ്ങനെ രണ്ടും കൂടി യോജിക്കാം? മുഖത്ത് മ്ലാനതയില്ല, വറിയില്ല. ദക്ഷിണാമൂർത്തിയും അങ്ങനെയാണ്. ശിവൻ ചിത്രം മടതരോർമൂലെ വൃദ്ധ ശിഷ്യ ഗുരുയുവ ഗുരുസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയാ. ഈ ജ്ഞാനമുദ്രയും കാണിച്ചുകൊണ്ട് തെക്കോട്ട് നോക്കിയിരിക്കുന്നു ശിവൻ. മുമ്പിൽ കുറേ സനകാദികളൊക്കെ ഇരുന്ന് അദ്ദേഹത്തെ ഗുരുസ്ഥാനത്ത് സങ്കല്പിച്ച് അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന അറിവിനെ കാത്തിരിക്കുന്നു. കിട്ടി. എങ്ങനെ കിട്ടി? ഗുരുസ്തു മൗനം വ്യാഖ്യാനം. ഗുരു ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അവിടേക്ക് എങ്ങനെ ഇവർക്ക് ശിഷ്യാസ്തു ഛിന്ന സംശയാഹ? അത് ഇന്ദ്രജാലം ഇല്ലേ? ഗുരു വായ തുറന്നു ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ശിഷ്യന്മാരുടെ സംശയങ്ങളൊക്കെ തീർന്നെങ്കിൽ അവരുടെ എല്ലാ സംശയങ്ങൾക്കും പരിഹാരം ഈ ജ്ഞാനമുദ്ര. ചട്ടമ്പി സ്വാമികളോട് വിവേകാനന്ദ സ്വാമികൾ ചോദിച്ചു എന്ന് കേട്ടിട്ടുണ്ട്, ഈ ജന്മുദ്രയുടെ അർത്ഥം എന്താണ് സ്വാമിജി എന്ന്. അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. ഇതിങ്ങനെ ആവുന്നതിന് മുമ്പ് എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഇവയെല്ലാം ചേർന്ന ജീവൻ. ഇത് പരമാത്മാ. പരമാത്മാ വേറിട്ട് നിൽക്കുന്നു. പക്ഷേ ഒരേ കയ്യിൻ്റെ ഭാഗമാണ്. പക്ഷേ അന്വേഷിച്ച് വന്നാൽ ഞാൻ അടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കാം എന്നാണ്. അപ്പം അന്വേഷകന്മാർക്ക് മാത്രം ലഭ്യമാണ് പരമാത്മ ദർശനം. അതിന് ആരാ ശ്രമിക്കേണ്ടത്? ജീവൻ. ഇവരൊന്നും ശ്രമിക്കേണ്ട. കാരണം സത്വരജസ്തമോമയം പാഞ്ചഭൗതികമായ ശരീരത്തിന് ആക്ഷനില്ല. ജീവൻ ചിന്തിക്കുന്നു, കോഹം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവിടെ ഒന്നും അതിന് മറുപടി കിട്ടുന്നില്ല. ദേഹം നശ്വരം. നശ്വരമായ ദേഹമാണോ ഞാൻ? അല്ല. അപ്പം പിന്നെ ആരാ? അതുവരെ അങ്ങോട്ട് നോക്കിയിരുന്ന ജീവൻ ഇങ്ങോട്ട് നോക്കി. ഇവിടെ കേമനായിട്ടൊരാൾ ഇരിപ്പുണ്ടല്ലോ, ഞാൻ അന്വേഷിച്ച് വരുമോ നോക്കിയിരിക്കുക. ഞാൻ ഒരു എടുത്തു. ദക്ഷിണാമൂർത്തിയുടെ ജ്ഞാനമുദ്ര ഇത് ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദ സ്വാമികൾക്ക് പറഞ്ഞു കൊടുത്തു എന്നാണ്.
വിവേകാനന്ദ സ്വാമികൾക്ക് അറിയാഞ്ഞിട്ട് എന്ന് പറയാൻ വയ്യ. എന്തായാലും നമുക്ക് അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ദക്ഷിണാമൂർത്തിയുടെ ജന്മുദ്രയുടെ താല്പര്യം, ജന്മുദ്ര ജ്ഞാനമുദ്ര രണ്ടും പറയും. ചിത്ത് വെച്ചാലും ജ്ഞാനമാണല്ലോ. അപ്പം ധനകാദികളുടെ ഭാഗവത സപ്താഹം ആരംഭിച്ചു ഗംഗാതീരത്ത്. കേട്ടവർ ആര് കേൾപ്പിക്കാൻ? നോട്ടീസുണ്ടോ? ടി വിയിലൊക്കെ അനൗൺസ് ചെയ്തു, ഒന്നുമില്ല. ഉള്ളിൽ അവർക്ക് മനസ്സിലായി. എവിടെയെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഒരു വിളി കിട്ടും. കമോൺ, വരൂ, ഏഹി വരൂ വരൂ. അങ്ങനെ ആ മുനിമാരൊക്കെ ഓടി വന്നു. അവിടെ വന്നിരുന്നു. ചെല്ലുമ്പോഴേക്കും തുടങ്ങാണ്ടിരിക്കണം എന്നുള്ള അവരുടെ പരിഭ്രമം. ഓടി വരണ വരവ് കണ്ടാൽ അവർ വരുമ്പോഴേക്കും തുടങ്ങുമോ എന്നുള്ളൊരു പരിഭ്രമം അവർക്കുണ്ട്. എല്ലാവരും ഇരുന്നു. 18,000 ശ്ലോകങ്ങളുള്ള 12 സ്കന്ധങ്ങളുള്ള ശ്രീമദ് ഭാഗവതം ഞാനിവിടെ കേൾപ്പിച്ചു. വളരെ ഇതിനും വലിയൊരാളില്ല സനകാദികളെ പോലെ ഭാഗവതം കേൾപ്പിക്കാൻ. ഭാഗവതം ചൊല്ലുന്നവരുടെ ഉള്ളം ആവണം. അപ്പോഴല്ലേ വാക്കിനൊരു സിൻസിയറിറ്റി ഉണ്ടാവുള്ളൂ. അങ്ങനെ എല്ലാവരും കേട്ടു. അവർ സ്വതേജ്ഞാനികളാണ്. പ്രശ്നമാർക്കാ ഭക്തിക്കാം. ഭക്തിദേവിയുണ്ട് അകലെ നിന്ന് വരണു. ഈ ഭാഗവത സപ്താഹം കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. എവിടുന്ന ഈ ശബ്ദം നോക്കുമ്പോൾ ചൊണക്കുട്ടികളായിട്ട് രണ്ടുപേരും, ജ്ഞാനവും വൈരാഗ്യവും. എന്താണോ ഭക്തിദേവിയുടെ പ്രശ്നമായിരുന്നത് ആ പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്തു. ഇപ്പോൾ കുട്ടികളെ പിടിച്ചാൽ കിട്ടണില്ല, കൊതറി പോവാ ചുണക്കുട്ടന്മാർ. ഇതിനൊക്കെ കാരണം ഭാഗവതം. ഇത് നമ്മൾ സ്വന്തം ജീവിതത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഈ വിസ്തൃതമായ ഈ ഭഗവാന്റെ സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ളൊരു പ്രവേശന ദ്വാരമാണ് മഹാത്മ്യം. വലിയ ബംഗ്ലാവിലേക്കുള്ള പടിപ്പുര എന്ന് വയ്ക്കാം. ഈ പടിപ്പുരയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഭക്തിദേവിയുടെ മ്ലാനത, ജ്ഞാനവൈരാഗ്യങ്ങളുടെ മോഹാത്സ്യം ഇതൊക്കെ കുറേ കഴിഞ്ഞ് നോക്കുമ്പോണ്ട് ഇവരൊക്കെ ഉണർന്നിരിക്കും. എന്താ കാരണം? സനകാദികൾ ഭാഗവതം കേൾപ്പിക്കും. അപ്പോൾ ഭാഗവതം എന്ന് പറഞ്ഞാൽ ഒരു എനർജൈസർ, ഉത്സാഹമുണ്ടാക്കുന്നു, ഉണർവുണ്ടാക്കുന്നു, ചൈതന്യമുണ്ടാക്കുന്നു. ഇതെങ്ങനെ നമുക്ക് പഴങ്കഥ അല്ല, നമുക്ക് ആവശ്യമാണെന്ന് ബോധ്യപ്പെടാം. നമ്മൾ സാധാരണ കണ്ട് പരിചയിക്കാത്തൊരു മണ്ഡലത്തിലേക്കാണ് നാം ഭാഗവതം വരുമ്പോൾ പ്രവേശിക്കുക. ഹിരണ്യകശിപു, പ്രഹ്ലാദൻ, രാവണൻ, ഇങ്ങനെയൊക്കെയുള്ള ലോകകണ്ടകന്മാരായ അസുരന്മാരും രാക്ഷസന്മാരും പരമഭാഗവതോത്തമന്മാരും ഉള്ള ഒരു വലിയ ലോകം. അവർ തമ്മിൽ സംഘർഷം. ഈ സംഘർഷത്തിൽ ആര് ജയിക്കണോ ആര് തോൽക്കണോ സംശയില്ല. സത്യമേവ ജയത്. സത്യമേത ഭഗവാൻ. സത്യമേവ ചെയ്ത് എന്ന് നമ്മുടെ ഉള്ളിലൊരു മുഴക്കം തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഭാഗവതം തന്നെയാണ് ആശ്രയം. സത്യമേവ ചെയ്ത് എന്ന് ഓർമ്മിപ്പിക്കുന്നത് ഭാഗവതമാണ്. അലറിക്കൊണ്ട് ചോദിച്ചു ഹിരണ്യകശിപുവും, എടാ ഞാൻ നിന്നെ പല വിധത്തിൽ അപായപ്പെടുത്താൻ നോക്കി. ഗിരീന്ദ്ര അവക്ഷിപ്ത, മലമുകളിൽ നിന്ന് ഉരുട്ടിത്തള്ളാൻ നോക്കി. ശൂലേഹി ആവിദ്ധ, 3 മുനയുള്ള ശൂലം കൊണ്ട് കുത്തി കൊല്ലാൻ നോക്കി. അനശന ഗരാഹാര വിദുത, പട്ടിണിക്കിട്ട് കൊല്ലാൻ നോക്കി. വിഷം കലർത്തി ആഹാരം പാമ്പുകളെ കൊണ്ട് കടിപ്പിച്ചു, ആനകളെ കൊണ്ട് ചവിട്ടിച്ചു. ആരാണ് നിന്നെ രക്ഷകൻ? കുലഹതക കസ്തേ ബലം. സാധാരണ രീതിയിൽ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടും. നമുക്കറിഞ്ഞുകൂടാ ആരാണ് ബലം. നമ്മൾ പല ആപത്തുകളിലും പെടുമ്പോൾ ആപത്തിൽ നിന്ന് താങ്ങിയെടുത്ത് കൊണ്ടുവരുന്ന ഒരു ഹസ്തമുണ്ട്, അദൃശ്യഹസ്തം. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് സന്ദർഭങ്ങളിൽ നമ്മൾ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, അത് വേറെ കാര്യം. ഇത് രക്ഷപ്പെട്ടിട്ടുമുണ്ട്. എപ്പോഴാണ് രക്ഷപ്പെട്ടത്? ഭഗവാൻ താങ്ങിയതുകൊണ്ട്. ഒരു കവി ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണും. ആ സ്വപ്നത്തിലൊക്കെ താൻ വളരെ കഷ്ടപ്പെടുന്നതായിട്ടാണ് കാണുക. അപ്പോഴൊക്കെ സ്വപ്നത്തിൽ തന്നെ ഭഗവാനോട് പരാതിയും പറയും. ലോകരക്ഷകനാണല്ലോ ഭഗവാനെ, ഞാനിങ്ങനെ കഷ്ടപ്പെടുമ്പോൾ ഒന്ന് എന്നെ രക്ഷിച്ചുകൂടെ എന്ന്.
അപ്പോഴൊക്കെ ഭഗവാന്റെ മറുപടി കേൾക്കും, ആകാശവാണി പോലെ. ഞാൻ രക്ഷിക്കുന്നുണ്ടല്ലോ, എത്രയെത്ര ആപത്തുകളിൽ നീ അകപ്പെട്ടു, നീ അറിഞ്ഞതേ ഇല്ല ആപത്ത് വരണമെന്ന്. ഞാനാണോ നിന്നെ രക്ഷിച്ചത്, ഞാൻ നിന്നെ രക്ഷിച്ചു പോന്നിട്ടുണ്ട്. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്ക്, നീ നടന്ന പാതയിലൊക്കെ നിന്റെ കാലടി കൂടാണ്ട് വേറെ 2 കാലടിയും കൂടി കാണാം. ആളെ കാണില്ല, കാലടി കാണാം. അത് എൻ്റെ കാലടികളാ, നിന്റെ കൂടെ ഞാൻ നടന്നിരിക്കണം. അങ്ങനെ ഇരിക്കുക ഒരു സ്വപ്നം. അതിൽ ഇത് ഓർമ്മ വെച്ചുകൊണ്ട് നോക്കി തന്നെ ഭഗവാൻ രക്ഷിക്കുന്നുണ്ടോ, 2ാമത്തെ ജോഡി കാലടിപ്പാടുകൾ കാണുന്നുണ്ടോ? ഇല്ല. ഭഗവാനെ അങ്ങ് കാണിച്ചു എനിക്ക് കാലടിപ്പാടുകൾ, ഇപ്പം എന്തേ കാണാത്തേ? അപ്പം ഇപ്പം എന്നെ കൈവിട്ടുവോ ചോദിച്ചു. ഇല്ല. പിന്നെ ഐ വാസ് ക്യാരിയിങ് യു, നീ നടന്നില്ല, നിനക്ക് നടക്കാൻ പോലും പറ്റിയിരുന്നില്ല, ഞാനാണ് എന്നെ താങ്ങി നടന്നത്. അപ്പം നീ എങ്ങനെ കാലടി വയ്ക്കും? ഞാനാണ് കാലടി വെച്ചത്, എൻ്റെ മാത്രം കാലടി. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കാൻ അനേകം ഉദാഹരണം. ഇവിടെ ഒരു ഉദാഹരണം, ആരാണടാ നിൻ്റെ ബലം എന്ന ഹിരണ്യകശിപുവിൻ്റെ 3 ലോകവും നടുങ്ങും. ഹിരണ്യകശിപുവിന് മുഴുവൻ പറയണ്ട, ഹി എന്ന് തുടങ്ങിയാൽ തന്നെ ആളുകൾ നടുങ്ങാൻ തുടങ്ങും, ദേവേന്ദ്രൻ ഉൾപ്പെടെ. അങ്ങനെയുള്ള ഹിരണ്യകശിപുവിൻ്റെ അലർച്ച എത്ര ശക്തിമത്തായിരിക്കും. കുലഹതക കഷ്ടേ ബലം, ആരാണ് നിൻ്റെ ബലം എന്ന് ചോദിച്ചപ്പോ ബലം മേ വൈകുണ്ഠ. അച്ഛാ, എന്നെ കാത്തു രക്ഷിക്കുന്നത് ആരാണെന്നാണോ ചോദ്യം? അങ്ങയുടെ പ്രായമെന്ത്, എൻ്റെ പ്രായമെന്ത്, അങ്ങനെയൊന്നും പറഞ്ഞില്ല. അതൊക്കെയാണ് സന്ദർഭം. അങ്ങയ്ക്കറിയാത്തതോ എനിക്ക്, എങ്കിലും ഞാൻ എനിക്കറിയാവുന്നത് പറയാം. ബലം മേ വൈകുണ്ഠ. അവിടെ നിർത്തിയില്ല, എൻ്റെ ബലം വൈകുണ്ഠനാണ്. താവച്ച, അങ്ങയെയും പല ഘട്ടങ്ങളിൽ രക്ഷിച്ചു പോന്നിട്ടുള്ളത് വൈകുണ്ഠനാണ്. ജഗതാം ചാപി സബലം, ലോകത്തിന് മുഴുവനും ബലമായിരിക്കുന്നു. ഗീതയിൽ പറയുന്നു, ബലം ബലവതാം അസ്മി. ചിലർ മസിലൊക്കെ എടുത്ത് കാണിക്കും, മിസ്റ്റർ കേരള, മിസ്റ്റർ സൗത്ത് ഇന്ത്യ, മിസ്റ്റർ ഇന്ത്യ, മിസ്റ്റർ യൂണിവേഴ്സ്. വലിയ ആനയൊക്കെ മസിലിൽ കയറ്റി നിർത്താം. ഭഗവാൻ ഗീതയിൽ മെല്ലെ പറയണു, ബലം ബലവതാം അസ്മി. നീ ഓർലിക്സും അലുവയും കഴിച്ചിട്ടാണ് ഈ ബലം നേടിയെന്ന് പറയണു. ഓർലിക്സിനും അലുവയ്ക്കും ബലം നൽകാനുള്ള കഴിവ് ഞാനാ കൊടുത്തത്. അപ്പം ഇൻഡയറക്റ്റായിട്ടും ഡയറക്റ്റായിട്ടും ബലം ബലവതാം അസ്മി. ഐ ആം യുവർ സ്ട്രെങ്ത് എന്നാണ്. സ്ട്രെങ്ത് ഈസ് നോട്ട് ഡിഫറെൻറ്റ് ഫ്രം മീ എന്നാണ്. എന്തൊരു അത്ഭുതമായ വെളിപ്പെടലാണ്. ഈ മാതിരിയുള്ള വെളിപ്പെടലുകളുടെ പ്രസക്തി ഏതെങ്കിലും കാലത്ത് ആവശ്യമില്ല എന്ന് വരുമോ? ഭാഗവതം ഭക്തിദേവിക്ക് കേൾക്കാൻ കഴിഞ്ഞു, ഉന്മേഷം വന്നു. അവരുടെ ഉള്ളിൽ നിന്ന് ധൈര്യപൂർവം ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഭക്തന്മാരുടെ എല്ലാം ഉള്ളിൽ ഞാൻ ഇരുന്നോളാം എന്ന് ഭക്തിദേവി അവിടെ ഒരു വാഗ്ദാനം ചെയ്തു. അപ്പോൾ ഭക്തി ഉണ്ടാവാൻ പ്രാർത്ഥിച്ചാൽ ഭക്തിദേവി കനിഞ്ഞ് നമ്മുടെ ഉള്ളിൽ കയറിയിരിക്കും. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? നാരദൻ്റെ ഒരു പ്രത്യേക ഗ്രന്ഥം തന്നെയുണ്ട്. നാരദ മുനി സംഗീതശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ സംഗീത ഗ്രന്ഥങ്ങൾ തന്നെ ഉണ്ടത്രേ. ത്യാഗരാജസ്വാമികൾക്ക് നാരദൻ്റെ ഒരു സംഗീത ഗ്രന്ഥം തന്നെ കിട്ടി എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ മറ്റൊരു ഗ്രന്ഥമാണ് നാരദ ഭക്തിസൂത്രം. ഭക്തി എന്താ, അതെങ്ങനെ ഉണ്ടാകുന്നു, അത് എന്തെല്ലാം ഫലം തരുന്നു, അതിനെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെ, ഇതൊക്കെ വിസ്തരിക്കുന്ന, എന്നാലോ നന്ന ചെറിയൊരു പുസ്തകം, 85 സൂത്രം മാത്രം. അതിലാദ്യം തന്നെ ഡെഫിനിഷൻ, നിർവചനം, സാത്തു അസ്മിൻ പരമപ്രേമരൂപ. ഭഗവാനിൽ പരമപ്രേമം, നിരപേക്ഷം, ഫലനിരപേക്ഷം. ഭഗവാനിൽ നിന്ന് എന്ത് കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഭക്തി. പ്രഹ്ലാദനാണ് ഉദാഹരണം. നാഹം വണിക്, ഭഗവാൻ എന്ത് വരം വേണമെന്ന് ചോദിക്കണോ നരസിംഹമൂർത്തി. എൻ്റെ ഭയങ്കര രൂപം കണ്ട് കുട്ടി പേടിക്കുന്നു വേണ്ട കേട്ടോ, വരദോസ്മി വരം വണീഷ്വ, ഇനി വരം എന്ത് വരം വേണമെങ്കിൽ ചോദിക്കും. നാഹം വണിക്. ഈ എക്സാമ്പിൾ ഏതെങ്കിലും കാലത്ത് മായുമോ, മായാൻ പാടുണ്ടോ? ഭഗവാൻ വന്ന് നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചാൽ പോലും
എനിക്ക് അങ്ങയുടെ ആ കനിവ് എൻ്റെ ഉള്ളിൽ ഒരു ആനന്ദ രൂപത്തിലിരിക്കണം, അത് മതി. ഞാൻ വണിക്കല്ല, ഞാൻ വ്യാപാരിയല്ല. 1 കിലോ പഞ്ചസാര 20 രൂപ, 20 രൂപ കയ്യിൽ കൊടുത്തു, പഞ്ചസാര പാക്കറ്റ് ഇങ്ങോട്ട് വാങ്ങി. ഇത് വണിക്ക്. കയ്യിലെ കാശ് വായിലെ ദോശ എന്നൊക്കെ പറയില്ലേ, അതാണോ സാധാരണ? അവിടെ പ്രഹ്ലാദൻ്റെ ഭക്തിയിലൂടെ നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി മുന്നോട്ട് പോകാൻ പറയാം. എന്ത് വേണം എന്ന് ചോദിച്ചാൽ വാട്ട് യു വാണ്ട്, നത്തിങ് എക്സെപ്റ്റ് യു. അങ്ങല്ലാതെ എനിക്ക് ആരും വേണ്ട, അങ്ങേ എനിക്ക് കിട്ടിയിരിക്കണം, അങ്ങ് ഇറങ്ങി പോകാണ്ടിരുന്നാൽ മതി. ഇതൊക്കെ നമുക്ക് ഏത് കാലത്തേക്കാണ് കാലഹരണപ്പെടുക? ഭഗവാൻ എന്ന് പറഞ്ഞാൽ സനാതന വസ്തുവാണ്. നമുക്ക് സനാതന വസ്തുവുമായിട്ടുള്ള ബന്ധമല്ലേ ശാശ്വതമായിട്ടുള്ളത്? ആ ഭാഗവതം കേട്ട് പവിത്രത നേടിയ ഒരു പാപിയുടെ കഥയാണ് മഹാത്മ്യത്തിൽ പിന്നെ പറയുന്നത്. അയാൾ ചെയ്യാത്ത ദ്രോഹപ്രവർത്തനങ്ങളില്ല. സ്വന്തം മാതാപിതാക്കളെ തന്നെ അയാൾ അപായപ്പെടുത്താൻ ശ്രമിക്കണം. അമ്മയെ അപായപ്പെടുത്തി അച്ഛൻ വിരക്തനായി നാടുവിട്ടു. ഇങ്ങനെയെല്ലാമുള്ളൊരു ദ്വന്ദ്കാരിക്കും ഗതി കിട്ടി ഭാഗവത ശ്രവണം കൊണ്ട്. ഇതൊക്കെ അതിശയോക്തി എന്നൊക്കെ പറയും. എന്തും ആത്മീയമായി ചെയ്താൽ, സിൻസിയറായിട്ട് ആത്മാർത്ഥതയോടുകൂടി ചെയ്താൽ ഫലിക്കും. ഏതെങ്കിലും കാലത്ത് ഒരു എള്ളു വിത്ത് ഭൂമിയിൽ വീണിട്ട് എള്ളിൻ്റെ ചെടി മുളച്ചിട്ടുണ്ടെങ്കിൽ ഏത് കാലത്തും എള്ളിൻ്റെ വിത്ത് മണ്ണിലിട്ടാൽ മുളച്ചെള്ളാവും ഇല്ലേ? അന്ന് എള്ളു മുളച്ച് എള്ളുചെടിയായ പോലെ ഇന്ന് ആവുമോ കുട്ടേത്ത നിർത്താൻ? ഇതെന്ത് കഥ? എന്ന് എള്ളിൻ്റെ വിത്ത് മണ്ണിൽ വീണോ അന്നൊക്കെ അത് ചെടിയാവും. ചെടിയായ പൂക്കും, പൂത്താ കായ്ക്കും, കാച്ചാൽ ആ കായ വിടർത്തിയ അതിൻ്റെ ഉള്ളിൽ എള്ള്. ഏതെങ്കിലും കാലത്തൊരു പ്രഹ്ലാദൻ, ഏതെങ്കിലും കാലത്തൊരു ധ്രുവൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എക്കാലത്തും ഒരു പ്രഹ്ലാദനും ഒരു ധ്രുവനും ഉണ്ടാവാം. ഇനി മഹാപാതകം ചെയ്തവന് പോലും ഭാഗവത ശ്രവണം കൊണ്ട്. ഇതിന് ഉദാഹരണം രാമകൃഷ്ണ പരമഹംസർ പറയും. ദ്വന്ദ്കാരി മഹാപാപം ചെയ്തവനാണ്. അവനെങ്ങനെ ഗതി കിട്ടി ചോദിച്ചാൽ, 4000 കൊല്ലമായിട്ട് വെളിച്ചമേ കണ്ടിട്ടില്ലാത്തൊരു നിലവറക്കുണ്ടിലേക്ക് അവിടെ നിന്ന് ഒരു ഉരുളി എടുക്കാനായിട്ട് ഒരാളെ പറഞ്ഞയച്ചു. അവിടെ ചെന്നിട്ട് അയാൾക്ക് ഉരുളിയൊന്നും കാണാൻ പറ്റിയില്ല, മടങ്ങി. അവിടെ ഉരുളിയൊന്നുമില്ല. വിളക്ക് കൊണ്ടുപോയോ? ഇല്ല, പറഞ്ഞില്ലോ എന്നായി. നിലവറക്കുണ്ടിലേക്ക് പോകുമ്പോൾ വിളക്ക് കൊണ്ടുപോകുന്നു പറയണോ? ശരി, വിളക്ക്. എത്ര പെട്രോമാക്സ് കൊണ്ടുപോകണമെന്നാ ചോദിച്ചത്. എന്തിന്? നിലവറക്കുണ്ടിലെ ഉരുളി കാണാൻ. എന്തിനാ എത്രയാണെന്ന് ചോദിക്കണേ? അല്ല, 4000 കൊല്ലമായി ഇരുളിൽ കിടക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പം 4000 കൊല്ലത്തെ ഇരുട്ട് അങ്ങനെ കട്ട പിടിച്ച് കിടക്കണമെന്നാണ്. വേണോ? ഒരു കൈത്തിരി പോരെ? വിളക്കിൽ നിന്നെടുത്തൊരു തിരി, ഒരു മെഴുകുതിരി പോരെ? ഒരു തീപ്പെട്ടിക്കൊള്ളി വരച്ചാൽ പോരെ ആ ഇരുട്ടകലാൻ? 1000 മഹാപാതകം ചെയ്തെടുത്തതിന് പോലും ഭഗവാന്റെ ആ സൽക്കഥകൾ ഉള്ളിൽ കയറുമ്പോൾ, ഭഗവാന്റെ സൽക്കഥകൾ അകത്ത് കയറിയ ഭഗവാൻ തന്നെ അകത്ത് കയറിയ പോലെയാ. ഭഗവാൻ തന്നെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ മായാകൃതങ്ങളായ ഒരു കുഴപ്പങ്ങളും ഉണ്ടാവില്ല. ഈ ഒരു വിശ്വാസത്തിലാണ് ഭാഗവതം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് അനുഭവങ്ങൾ കൂടിക്കൂടി വരുന്നു എന്നതിൻ്റെ തെളിവാണ് ഇന്ന് നാട് മുഴുവനും സപ്താഹങ്ങൾ സംഘടിപ്പിക്കുന്നു. അകലെ നിന്ന് വിമർശിക്കേണ്ട നാം. എല്ലാ സപ്താഹങ്ങളും ഒരുപോലെയാണോ? അതൊക്കെ ഓരോരോ വയറ്റിപ്പഴപ്പിന് വേണ്ടി ഓരോരുത്തരും നടത്തുന്നു എന്നൊക്കെ ഒരു കമൻസൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നു എന്ന് വരാം. അങ്ങനെ അതിനെ അധിക്ഷേപിക്കേണ്ട. ഭഗവാന്റെ കഥ ഉൾക്കൊള്ളുന്ന ഭാഗവതം എവിടെയുണ്ടോ അവിടെ ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. ഇവൻ്റെ പാപശക്തി കൊണ്ട് അത് അനുഭവപ്പെട്ടില്ല എന്ന് വരാം. അതുകൊണ്ട് പാപശക്തിക്കാണ് ഉത്തരവാദിത്വം, ഭഗവാനല്ല. നിലവറക്കുണ്ടിൽ ഉരുളി ഉണ്ടായിട്ടും ഇയാൾക്ക് എന്തേ കാണാൻ കഴിയാത്തത്? വെളിച്ചമില്ലാത്തതുമാണ്. ഇവൻ്റെ ഉള്ളിൽ ഒരു ദീപം തെരിയട്ടെ, ഭഗവാൻ എന്നൊരു പ്രകാശം എരിയട്ടെ, അവയെല്ലാം കാണും. ഇല്ല, സത്യത്തിൻ്റെ മുമ്പിൽ അസത്യമെല്ലാം മാഞ്ഞു പോവും. അവിദ്യയാ മൃത്യം തീർത്വ വിദ്യയാ അമൃതം അശ്നുതേ. അവിദ്യ കൊണ്ട് മൃത്യു, വിദ്യ കൊണ്ട് അമൃതം. നമുക്ക് ഉപനിഷത്ത് പറയണം, നമ്മളെല്ലാം അവിദ്യ, അജ്ഞാനം കൊണ്ട് ഈ ഭൂമിയിൽ
ഈ ജനന ജീവിത മരണം ഇങ്ങനെ ആവർത്തിക്കുന്നു. അതിന് പരിഹാരം എന്താ? വിദ്യയാ അമൃതം അശ്നുതേ. യഥാർത്ഥം എന്ത് എന്നാണ്. 1000 വഴികളുണ്ട്, ഏത് വഴിയെ പോകണം? അപ്പോഴാണ് ഇതാണ് വഴിയെന്നൊരു ആരോ മാർക്ക് അതിലെ പോയി. ഈ ആരോ മാർക്ക് കാണിച്ചു തരാൻ ഒരാളില്ലെങ്കിൽ നമ്മളെല്ലാ വഴിയിലും പോയി കുറേ കഴിഞ്ഞ് മടങ്ങും, പിന്നെ കുറേ കഴിഞ്ഞ് മടങ്ങും. അതല്ലാതെ ഇതന്നെയാ മാർഗം, ഇതിലേ വരൂ, ഇതാര് പറഞ്ഞു തരണോ? വ്യാസ മഹർഷി. അതാണ് ഭാഗവത അവതരണം. ഭാഗവതം നമുക്ക് കിട്ടുന്നത് നാരദ മഹർഷിയിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് വ്യാസ മഹർഷി എഴുതിയതാണ്. എന്നാൽ നാരദന് തന്നെ എഴുതിക്കൂടെ? അത് നാരദൻ്റെ പോർട്ട്ഫോളിയോ അല്ല. നാരദൻ ഈ ഭക്തിസൂത്രങ്ങൾ എഴുതി, വിസ്തരിച്ച അലങ്കാരങ്ങളും വർണ്ണനകളുമുള്ള പുരാണങ്ങളൊന്നും നാരദൻ എഴുതി. ഓരോരുത്തർക്കും ഓരോ അസൈൻമെൻ്റ് ഉണ്ട്. വ്യാസനാണ് അതിനുള്ള ആൾ. ചെറിയൊരു ബിന്ദു കിട്ടിയാൽ അതിനെ പെരുപ്പിച്ച് പറയാനും ഫലിപ്പിക്കാനുമുള്ള കഴിവ് വ്യാസനുണ്ട്. അതുകൊണ്ടാണ് ഈ ഭാഗവത അവതരണത്തിൽ വ്യാസൻ ഒരു മുഖ്യ കഥാപാത്രമാവുന്നത്. നാരദമുനി വ്യാസനെ കണ്ട് കുശലപ്രശ്നം ചോദിക്കുന്നു. എന്തുപറ്റി അങ്ങയ്ക്ക് മുഖത്തൊരു വിഷാദ ഭാവം വരാൻ കാരണം? എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ, എന്തോ ഞാൻ വിഷാദിക്കുന്നു. ഈ വിഷാദം വേണ്ടതുപോലെ ഒന്നും ചെയ്തില്ല എന്ന് ഓർത്തിട്ടാണെങ്കിൽ അത് അങ്ങയ്ക്ക് പ്രസക്തമല്ലല്ലോ. ഒരു പുരുഷായുസ്സിൽ ചെയ്യാൻ കഴിയുന്നതിലും എത്രയോ കൂടുതൽ അങ്ങ് ചെയ്തല്ലോ. വേദങ്ങളെ 4 പകുത്തു, പോരാ പഞ്ചമവേദം എന്ന് പറഞ്ഞ മഹാഭാരതം എഴുതി, 17 പുരാണങ്ങൾ എഴുതി. ഇങ്ങനെ ജനങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കുന്ന, ആരോ മാർക്ക് കാണിക്കുന്ന അനേകം കാര്യങ്ങൾ അങ്ങ് നിർവഹിച്ചിട്ട് അങ്ങക്ക് എന്ത് വേണ്ടതുപോലെ ഒന്നും ചെയ്തില്ല, ഒരു കൃതാർത്ഥത പോരാ എന്ന് സങ്കടം തോന്നാൻ കാരണം എനിക്കറിഞ്ഞൂടാ. സങ്കടമുണ്ട്. ഏത് പ്രോബ്ലത്തിനും സൊല്യൂഷൻ കാണും നാരദന്. ഇവിടുത്തെ ധനകാദികൾ വന്നു, എന്തായാലും അദ്ദേഹത്തിന് സൊല്യൂഷൻ കിട്ടി. അങ്ങ് അനുപ്രതിപദം, ഓരോ വാക്കിലും ഭഗവാന്റെ മഹിമ ആളുകൾ ശ്രോതാക്കൾക്ക് ഓർമ്മ വരത്തക്കവണ്ണമുള്ള ഒരു എക്സ്ക്ലൂസീവ് പുരാണം. ഈ ചട്ട മുതൽ ആ ചട്ട വരെ ഏത് വരിയെടുത്താലും ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഭഗവാന്റെ മഹിമ വെളിപ്പെടുത്തുന്ന ഒരു പുരാണം അങ്ങ് എഴുതിയാൽ അങ്ങയുടെ സങ്കടം തീരും. അതിനുള്ള സോഴ്സ് എന്താ? വിത്ത് എന്താ? എൻ്റെ അച്ഛൻ എനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു, അത് ഞാൻ അങ്ങേ കേൾപ്പിക്കാം. അതാണ് 2-ാം സ്കന്ധത്തിലെ 9-ാം അധ്യായം ചതുശ്ലോകി ഭാഗവതം എന്ന് പറയും. 4 ശ്ലോകങ്ങളിൽ സാക്ഷാൽ ശ്രീ നാരായണമൂർത്തി ബ്രഹ്മാവിന് ഉപദേശിച്ചു. ആ ബ്രഹ്മാവ് അത് നാരദന് ഒന്ന് വിപുലീകരിച്ചു. ഞാൻ തന്നെയാണ് എല്ലാം, ഞാനല്ലാതെ ഒന്നുമില്ല. ഇത് സൂത്രവാക്യം. ഈ സൂത്രവാക്യത്തെ ഞാൻ തന്നെയാണ് എല്ലാം എന്ന് കാണിച്ചു കൊടുത്തു ഭഗവാൻ. അതാണ് 2-ാം സ്കന്ധത്തിലെ 7-ാം അധ്യായം. ബ്രഹ്മാവ് നാരദന് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, കപിലൻ, യജ്ഞൻ, പൃഥു, ഇങ്ങനെ ഭഗവാൻ എടുത്ത എണ്ണിയാലടങ്ങാത്ത അത്രയധികം അവതാരങ്ങളെപ്പറ്റി വിസ്തരിച്ച് കേൾപ്പിച്ചു നാരദൻ. അപ്പോൾ നാരദന് നല്ലോണം ഭാഗവതത്തിൻ്റെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. അപ്പോൾ എന്തായിരിക്കും ഭാഗവതത്തിൻ്റെ സ്വരൂപം? തൻ്റെ സൃഷ്ടിയും തൻ്റെ തന്നെ ഭാഗവുമായ ജീവാത്മാക്കളെ തന്നിലേക്ക് കൊണ്ടുവരിക, തന്നിൽ നിന്ന് പോയവരെ തന്നിലേക്ക് കൊണ്ടുവരിക. അപ്പോഴല്ലേ യാത്ര പൂർത്തിയാവൂ. സമുദ്രത്തിൽ നിന്ന് സൂര്യരശ്മി തെറ്റി ആവിയായി ഉയരുന്ന ആ ജലം മേഘമായി പരിണമിച്ച് പലയിടത്തും പതിച്ച് പല രൂപം ഉൾക്കൊണ്ട് അവസാനം എവിടെ എത്തുന്നു? ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം. ലോകത്തിൽ ഏത് നദിയുണ്ട് സമുദ്രത്തിലെത്തി വിശ്രമിക്കാത്തത്? ഇടയിൽ വെച്ച് വേറൊരു നദിയിൽ കൂടിച്ചേരും, എങ്കിലും എത്തിച്ചേരുന്നത് സാഗരത്തിലാണ്. ആ സാഗരത്തിൽ എത്തുമ്പോൾ മാത്രമേ അതിന് ജന്മസാഫല്യമുള്ളൂ. ഈ നദിയെ നമുക്ക് ഉദാഹരണമാക്കാം. എവിടെ നിന്ന് പുറപ്പെട്ടു, എവിടേക്ക് പോകുന്നു? പുറപ്പെട്ടത് ദൈവത്തിൽ നിന്ന്,
പോകുന്നതും ദൈവത്തിലേക്ക്. ഇപ്പോൾ പുറപ്പെട്ട ദൈവത്തിൽ നിന്നൊന്നും അറിയാത്തത് കൊണ്ട് പോകേണ്ടതും ദൈവത്തിലേക്ക് എന്നറിയുന്നില്ല. ഈ ഭാഗവതം പുറപ്പെട്ടത് ദൈവത്തിൽ നിന്ന്, അതുകൊണ്ട് പോകേണ്ടതും ദൈവത്തിലേക്ക്. അപ്പം നമ്മുടെ ഈ യാത്ര ദൈവത്തിലേക്കാണോ അതോ ചെകുത്താനിലേക്കാണോ എന്നാണ്. ഇത് നമ്മുടെ ഉള്ളിലൊരു ചോദ്യമായിട്ട് വരും. എൻ്റെ ജീവിതത്തെ എനിക്ക് സാധിക്കുന്നത് പോലെ മറ്റാർക്കും വിശകലനം ചെയ്യാൻ പറ്റില്ല. അവനവൻ്റെ ജീവിതത്തെ വിശകലനം ചെയ്ത് എനിക്ക് ആരെങ്കിലും ആരോ മാർക്ക് കാണിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ദൈവത്തിലേക്കുള്ള യാത്രയാണോ ഞാൻ ചെയ്തു പോരുന്നത്? ദൈവത്തിലേക്കുള്ള യാത്ര എന്നാൽ എന്താ? സച്ചിദാനന്ദം, സങ്കടമേ ഇല്ല. അതാണ് അവധൂതൻ്റെ കാര്യം നമ്മൾ ഏകാദശ സ്കന്ധത്തിൽ കാണും. ഒന്നും പ്രവർത്തിക്കാതെ ആനന്ദസ്വരൂപനായിട്ടിരിക്കണോ അവധൂതൻ. യദു ചക്രവർത്തി ചോദിക്കുന്നു, അങ്ങയുടെ സന്തോഷത്തിൻ്റെ കാരണമെന്ത്? സാധാരണ ജനങ്ങൾ സന്തോഷിക്കാൻ എന്താണ് കാരണം? മനസ്സോരോന്ന് സങ്കല്പിക്കും, സങ്കല്പിച്ചതെല്ലാം നടക്കും. നടക്കുമ്പോൾ വിചാരിച്ചത് നടന്നു എന്ന സന്തോഷം. ഒരു വീട് പണിയണം തോന്നി, വീട് പണിതു, പാല് കാച്ചി, ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു, പാർട്ടി കൊടുത്തു, സന്തോഷമായിട്ടിരിക്കണം. കുറേ കാലമായി ഇപ്പോൾ മോഹിക്കണം, ഇങ്ങനെയൊക്കെ തരാവുന്ന, ഞാൻ ലോണുണ്ട്, എന്നാലും കൂടി റിട്ടയർ ചെയ്താലും ബാക്കി ഉണ്ടാവും ലോൺ, എന്നാലും വേണ്ടില്ല, വീട് പണിതു, മുഖത്തൊരു സന്തോഷം. എന്തെങ്കിലും ചിന്തിക്കുക, സങ്കല്പിക്കുക, അത് നടക്കുക. അങ്ങനെയാണെങ്കിൽ ഒന്നും പ്രവർത്തിക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ ഈ സന്തോഷം? എനിക്ക് ഒരു സങ്കല്പവുമില്ല, അത് തന്നെയാണ് സന്തോഷത്തിൻ്റെ നിദാനം. സങ്കല്പിക്കാൻ കഴിഞ്ഞാൽ സങ്കല്പിച്ചുകൊണ്ടേ പോവും, ശാഖോപശാഖമായിട്ട്. പണ്ടൊരു ഭിക്ഷക്കാരൻ സങ്കല്പിച്ചു. ഭിക്ഷക്കാരൻ 11 മണിയായാൽ പുറപ്പെടും ഭിക്ഷ എടുക്കാൻ. ആ പ്രദേശം വടക്കേ ഇന്ത്യ തോന്നണോ ഈ കഥ നടന്നത്. ഗോതമ്പ് മാവാണ് അവിടുത്തെ ആളുകളുടെ ആഹാരം, ചപ്പാത്തിയൊക്കെ. അപ്പോൾ എല്ലാവരും ഭിക്ഷ കൊടുക്കണതൊരു ഉഴക്കോ ഉരിയോ ഗോതമ്പ് മാവ് ഇയാളുടെ ആ മൺപാത്രത്തിൽ ഇട്ട് കൊടുക്കും. അങ്ങനെ കിട്ടുന്ന ആ ഗോതമ്പ് മാവിൽ കുറേ വെള്ളം കലക്കി കുടിക്കും, ബാക്കി അവിടെ സ്റ്റോർ ചെയ്യും. കിടക്കാനൊക്കെ ഒരു മരത്തിൻ്റെ ചോട്ടിലൊരു പഴയ കയറ്റുകെട്ടിലാണ്. കയറ്റുകെട്ടിലിങ്ങനെ മലർന്ന് കിടക്കുക. ഒരു ദിവസം അന്നത്തെ ഉച്ചത്തെ ആഹാരം കഴിച്ചിരിക്കണം. ഒരു മൺപാത്രത്തിൽ താൻ ഇതുവരെ ഭിക്ഷ എടുത്തതിൽ കഴിച്ച് ബാക്കി അതിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 2 കിലോ ഗോതമ്പ് മാവുണ്ടാവും. അയാൾ ആ കിടന്ന കിടപ്പിൽ തുടങ്ങി സങ്കല്പം. പെട്ടെന്ന് നാട്ടിൽ ഗോതമ്പ് മാവ് കിട്ടാനില്ല എന്ന് വന്നാൽ, എൻ്റെ അടുക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വരിക പിന്നാലെ ഞങ്ങൾക്ക് വേണം. അപ്പം ഞാൻ ബാർഗെയിൻ ചെയ്യും, വില പേശും. എന്തു തരും? കിലോവിന് 100 റുപ്യ വെച്ച് തരാം. പോരാ, 150 പോരാ, 200, 500 വരെ. 500 രൂപ ഒരു കിലോവിന്, 2 കിലോ 1000 രൂപ കിട്ടി. നേരെ ചന്തയിലേക്ക് പോയി 2 ആടുകളെ വാങ്ങും. എന്നിട്ട് അതിനെ വളർത്തി ഷാൺമാസിക പ്രസവം 6 മാസം കൂടുമ്പോൾ പ്രസവിക്കും. അങ്ങനെ വരുമ്പോൾ 2 കൊല്ലം കൊണ്ട് വലിയൊരു ആറ്റിൻ പറ്റം വരും. അതിൽ കുറേ ആടുകളെ വിറ്റിട്ട് കുറേ പശുക്കളെ വാങ്ങും. അങ്ങനെ ഒരു വലിയൊരു കുതിര, ആന ഒക്കെയായി ബംഗ്ലാവ്. കല്യാണമൊക്കെ കഴിച്ചു. വലിയ പ്രഭുക്കളൊക്കെ കല്യാണം കഴിച്ചു തരാൻ പെൺകുട്ടികളെയും കൊണ്ടുവന്നു. ഞാനൊക്കെ പോരാ, ഒപ്പമായിട്ടില്ല, എന്നോടൊപ്പമായിട്ടില്ല, ബന്ധുത ശരിയാവില്ല. ഒഴിവ് നല്ലൊരു ധനികൻ്റെ മകളെ കല്യാണം കഴിച്ചു. ഒരു ഉണ്ണിയും പറഞ്ഞു. ഇയാൾ പറമ്പിൽ ഒരു ഈസി ചെയർ ഇട്ടിട്ട് ഇങ്ങനെ കിടക്കുക. അവിടെ ഉള്ള മൃഗങ്ങൾ, കുതിര ഒരു ഭാഗത്ത്, ആന ഒരു ഭാഗത്ത്, പശുക്കളൊരു ഭാഗത്ത് ഒക്കെ ഇങ്ങനെ കിടക്കുക. അതിനൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഒക്കെ നേരെ ചൊവ്വേ ആഹാരമൊക്കെ കൊടുക്കണം. അതിനിടയ്ക്ക് കുത്തി അച്ഛൻ ഇരിക്കുന്നത് കണ്ടിട്ട് മുട്ടുകുത്തി ഇങ്ങനെ വരിക. ഭാര്യ അടുക്കളയിൽ പണിയെടുക്കുക വരിക. അപ്പോൾ ഈ കുത്തി ഇങ്ങനെ വരണ വരവിൽ ഒരു കുതിര കയറ് പൊട്ടിച്ച് ഓടുന്നു. കയറ് പൊട്ടിച്ച് ഓടുന്ന കുതിരയുടെ കാലിൽ പെടാതിരിക്കാൻ ഭാർഗവി ഭാർഗവി എന്ന് ഉറക്കം വിളിച്ചു. ഭാർഗവി മിക്സി ഓൺ ചെയ്തുകൊണ്ടോ എന്നാണ് ശരിയ കേട്ടില്ല. ഭാർഗവി കേട്ടില്ല, കുട്ടിയെ എടുക്കാൻ പറഞ്ഞില്ല. ഇയാൾ എന്നെ എണീറ്റ് ആ കുട്ടിയെ എടുത്തു. ഭാഗ്യത്തിന് കുതിരയുടെ കാലിൻ്റെ അടിയിൽ പറ്റില്ല. എങ്കിലും ഭാർഗവിയോട് ദേഷ്യം, എന്താ നീ കാണിക്കുന്നത്, കുട്ടിയെ നോക്കാണ്ടേ എന്ന് പറഞ്ഞ് കാലുകൊണ്ടൊരൊറ്റ തൊഴി.
ആരെ? ഭാർഗവിയെ. ഏത് ഭാർഗവി? ഈ കട്ടിലിൽ കിടക്കുന്ന ആൾക്ക് എന്ത് ഭാർഗവി? കാലുകൊണ്ട് അടിച്ചത് യഥാർത്ഥം. ആ മൺപാത്രത്തിൽ കാല് ബേഷായിട്ട് കൊണ്ട് ഈ 1000 രൂപയ്ക്ക് വിൽക്കാൻ വെച്ചിരുന്ന ഗോതമ്പ് മാവ് മുഴുവനും ഈ കലം പൊട്ടി കാറ്റത്ത് പാറിപ്പറന്നോ ഒന്നുമില്ല. ഈ സങ്കല്പം അറ്റമില്ലാണ്ട് പോവും, ഒന്നും നേടാനുമൊക്കില്ല. ഇതാണ് സങ്കല്പ വികല്പാത്മകമായ മനസ്സിനെ നിയന്ത്രിക്കുക. ഭഗവാനിൽ മനസ്സർപ്പിച്ചാൽ പിന്നെ സങ്കല്പിക്കാൻ മനസ്സില്ല. മനസ്സുണ്ടെങ്കിലല്ലേ സങ്കല്പിക്കാൻ പറ്റും. മനസ്സ് ഭഗവതർപ്പിതം എന്ന് വന്നാൽ മനസ്സിൽ എപ്പോഴും ഭഗവാനെ ചിന്തിക്കുക, ഭഗവാന്റെ ഗുണഗണങ്ങൾ ചിന്തിക്കുക. ഭഗവാനെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒഴുക്കൻ പ്രസ്താവനയാണ്. ഭഗവാന്റെ ചെയ്തികൾ ചിന്തിക്കുക. ആ ചെയ്തികൾ ഉണ്ടാവണമെങ്കിൽ അവതാരം വേണം. അവതാരങ്ങൾ ഉണ്ടായാലല്ലേ സംഭവങ്ങൾ വരൂ. ചെയിൻ ഓഫ് ഈവൻസ്, നിറയെ സംഭവ പരമ്പരകൾ. സാധാരണക്കാരായ നമുക്ക് സംഭവങ്ങളിൽ കൂടിയേ ഒരു കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റും. അതുകൊണ്ട് ഇപ്പം ക്യാപ്സ്യൂളുണ്ട്, ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലാണ് യഥാർത്ഥത്തിലുള്ള മരുന്ന്. പക്ഷേ ക്യാപ്സ്യൂളാണ് നമ്മൾ വിഴുങ്ങണത്. ക്യാപ്സ്യൂള് ഉള്ളിലുള്ള ആ മരുന്ന് തൊണ്ടയ്ക്ക് താഴെ എത്തുമ്പോൾ പ്രവർത്തിച്ചു തുടങ്ങും. ഭഗവാന്റെ ലീലകൾ ഇതെന്താ ഗീതയിൽ പറയുന്നു? ജന്മ കർമ്മജാമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മനൈതി മാം ഏതി. അർജുന, ഞാൻ ഭൂമിയിൽ വരുന്നത്, ജനിക്കുന്നത് ഭഗവാന് ജനന മരണങ്ങളില്ല. അജായമാനോ ബഹുധാ വിജായത്തെ എന്നാണ്. ജനനമില്ല. നമ്മളെപ്പോലുള്ളൊരു ജനനം ഭഗവാനില്ല. പിന്നെ എന്തിനു ജനിക്കണോ ചോദിച്ചാൽ ഓരോ ആവശ്യത്തിന്. പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ. സജ്ജനങ്ങളെ സംരക്ഷിക്കുക, ദുർജനങ്ങളെ അടക്കി നിർത്തുക. ഇങ്ങനെ രണ്ടും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോകം ധർമ്മത്തിൻ്റെ റെയിൽപാതയിൽ കൂടി തന്നെ നീങ്ങും. അത് ആർക്കാവശ്യം? ഭഗവാന് തന്നെ ആവശ്യമാണ്. കാരണം ഭഗവാൻ തന്നെയാണ് ധർമ്മം. തൻ്റെ ഈ അസ്തിത്വം ലോകത്തിലെ ആളുകൾക്ക് ബോധ്യപ്പെടണേ ധർമ്മമാണ്. ധർമ്മം നടക്കുന്നിടത്തെ യഥോ ധർമ്മ തഥോ ജയ. ധർമ്മമുള്ളയിടത്തേ ജയമുള്ളൂ. ധർമ്മമാണ് വേണ്ടത്, അതിന് നാം ശ്രമിക്കണം എന്നാണ്. മനുഷ്യധർമ്മം എന്നാൽ എന്ത് എന്ന് ഭാഗവതം ഉടനീളം നമുക്ക് കാണിച്ചു തരും. മനുഷ്യധർമ്മം നിഴലിൻ്റെ പുറകെ ഓടലല്ല. ആരോ മാർക്ക് ഏതിലേ കണ്ടു അതിൽ മാത്രം. അപ്പോൾ വ്യാസൻ അത് പാടുപെട്ട് എഴുതി. പക്ഷെ അതുകൊണ്ടായില്ല. എഴുത്ത് വേറെ, പ്രചരിപ്പിക്കൽ വേറെ. ഗ്രന്ഥകർത്താവ് പുസ്തകം എഴുതും, പ്രിൻ്ററാണ് അത് പ്രിൻ്റ് ചെയ്ത് 4 എത്തിക്കുക. ശുഖബ്രഹ്മർഷിയാണ് 4 എത്തിക്കുക എന്നുള്ള ചുമതല. അതിന് യോഗ്യനായ ഒരാളെ കണ്ടെത്തി. അതാണ് പരീക്ഷിത്ത്. പരീക്ഷിത്താണ് യോഗ്യൻ എന്നുള്ളതിന് എന്താ തെളിവ്? അങ്ങനെ ഫെൽത്ത് നീഡ്, അത്യാവശ്യം തന്നെ എടുക്കുക. 7 ദിവസം ജീവിതം എന്ന് നിർണയിക്കപ്പെട്ട് കഴിഞ്ഞു. വാക്കിന് സത്യമുള്ള മുനിയുടെ ശാപമാണ്. അപ്പോൾ അത് ഫലിക്കും. 7 ദിവസം, മൈ ഡേയ്സ് ആർ നമ്പേർഡ്. ഈ നിലയിൽ വാത്സാലയിടൂ പുരുഷസ്യേഹയത് കർത്തവ്യം യസ്മർത്തവ്യം. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഓർമ്മിക്കേണ്ടത്? ആരോട് ചോദിച്ചു? വഴി കൂടി പോണവരോട് ചോദിച്ചാൽ പറയുമോ? അതിന് പറ്റിയ ആളല്ല ശുഖബ്രഹ്മർഷി. ആവശ്യക്കാരൻ ഒറിജിനലാണെങ്കിൽ അയാളുടെ ഒറിജിനൽ ആവശ്യം നിറവേറ്റി കൊടുക്കാനുള്ള ആൾ ഭഗവാൻ തന്നെ അയക്കും. ശുഖബ്രഹ്മർഷി അങ്ങനെ വിളിച്ചാൽ കിട്ടില്ല. മൊബൈൽ നമ്പറൊന്നുമില്ല അങ്ങേർക്ക്. അദ്ദേഹം നടന്നു പോയിക്കൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന് വിശപ്പ് തോന്നണമെങ്കിൽ ഒരു വീടിൻ്റെ മുമ്പിൽ നിൽക്കും. അപ്പോൾ വീട്ടുകാരെ വിളിക്കും, ഇറയത്തിരുത്തം, ഒരു ലോട്ടയും കൊണ്ടുപോകും. തൊഴുത്തിൽ നിന്ന് പയ്യൻ്റെ പാല് കറക്കും. കറന്ന ചൂടോടെ കൊണ്ട് കൊടുക്കും. അദ്ദേഹം കഴിക്കും. അവിടെ നിൽക്കില്ല, പോവും. വൈകുന്നേരം ഞാൻ പോകണുള്ളൂ, എന്താ കൂട്ടാൻ വയ്ക്കാൻ പോണെന്നൊന്നും ചോദിക്കില്ല, അങ്ങനെ പോവും. അങ്ങനെ നടക്കുന്ന ശുഗനെ അന്വേഷിച്ച് വരുത്താൻ പറ്റില്ല. വന്നു എങ്കിൽ അത് ഭഗവാന്റെ സങ്കല്പം. ഭാഗവതം പ്രഥമസ്കന്ധം 3 തരത്തിലുള്ള വക്തൃശ്രോതാക്കളെ അവതരിപ്പിക്കണോ എന്ന് പറയും. ആദ്യം തന്നെ സൂതശൗനക സംവാദം, പിന്നെ വ്യാസ നാരദ സംവാദം,
പിന്നെ പരീക്ഷിച്ചുക സംവാദം. ഈ 3 സംവാദങ്ങളെ ഒന്ന് തരാതരം ചെയ്താൽ, താരതമ്യം ചെയ്താൽ ഏത് സംവാദത്തിനാണ് തൂക്കം കൂടുക? പെട്ടെന്ന് നമ്മൾ പറയും വ്യാസനും നാരദനും കേമന്മാരാ, അവരുടെ സംവാദമാണ്. അല്ലെങ്കിൽ ശൗനകനും സൂതനും. പക്ഷേ പറയണോ, പരീക്ഷിച്ചുക സംവാദമാണ് നമ്പർ 1. കാരണം നമ്മളെ സംബന്ധിച്ചതാണ്. പരീക്ഷിത്ത് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവാണ്. ആരുടെ ജീവിതം പരിമിതമോ, ആർക്ക് ജീവിതം ധന്യമാക്കണമെന്ന് ആഗ്രഹമുണ്ടോ, അവർക്കെല്ലാം പരീക്ഷത്തിൻ്റെ ഭാവമാണ്. അപ്പം നമ്മൾ എല്ലാവരും പരീക്ഷത്തിൻ്റെ രൂപഭേദങ്ങളാണ്, നാമഭേദങ്ങൾ. അതുകൊണ്ടാണ് ഭാഗവതത്തിൻ്റെ പ്രസക്തി ഒരു കാലത്തും മങ്ങില്ല. പരീക്ഷിത്ത സ്വഭാവമുള്ളവരെല്ലാം ലോകത്തിൽ എത്ര കാലം ഉണ്ടാകുമോ അത്ര. പരീക്ഷത്തിൻ്റെ സ്വഭാവം എന്താ? ജീവിതത്തിൻ്റെ സാഫല്യം എങ്ങനെ നേടാം, ഇതേവരെ എന്ത് നടന്നു എന്നുള്ളതല്ല, ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്ത് വേണം. 7 ദിവസം വേണോ, 7 മിനിറ്റോ 7 സെക്കൻഡോ പോലെ മതി. ചേലപ്പറമ്പ് നമ്പൂതിരി വലിയ ഭക്തനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭക്തിയൊന്നും പുറത്താരും കാണില്ല. ഗുരുവായൂർ സ്ഥിരതാമസം. ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് വാതിൽമാടത്തിൽ വരുന്ന പ്രസാദൂട്ട് പുറത്താണല്ലോ നടക്കണേ. അന്ന് 2 വാതിൽമാടത്തിൽ, തെക്കേ വാതിൽമാടത്തിലും വടക്കേ വാതിൽമാടത്തിലുമാണ് നടക്കുക. ഭഗവാന് നേദ്യം കഴിക്കുമ്പോൾ ഇവിടെ ചോറ് വിളമ്പും. ചേലപ്പറമ്പ് 1-ാം പന്തിയിൽ തന്നെ ഇരുന്ന് സുഖമായിട്ട് ഊണ് കഴിക്കും, പോവും. അദ്ദേഹം അങ്ങനെ വിസ്തരിച്ചൊരു ഗുരുവായൂരപ്പ നാരായണ അങ്ങനെയൊന്നും പറയാതെ കേട്ടിട്ടില്ല. ആളുകൾക്ക് തോന്നുന്ന ഭക്തിയൊന്നുമില്ല, ചാപ്പാട് കഴിക്കാൻ വരുന്നു എന്ന് തോന്നും. അപ്പോൾ ഈ കുട്ടികൾക്ക് ഈ കളിയാക്കാനൊരു വാസനയുണ്ട്. അവർ കളിയാക്കി. കഷ്ടം, ഗുരുവായൂരപ്പാന്നൊരു വാക്ക് പറഞ്ഞൂടെ, നിത്യം ഊണ് കഴിച്ച് പോകണ്ടല്ലോ എന്നോ മറ്റോ ആരോ കമൻ്റ്. അദ്ദേഹം മണ്ഡപത്തിൽ കയറി. അബ്ദാർത്ഥേന ഹരിം പ്രസന്നമകരോത് ഔത്താനപാദിശ്യശോ സപ്താഹേന നൃപപരീക്ഷിത് അബലായാമാർത്ഥത പിംഗള. അബ്ദാർത്ഥേന ഹരിം പ്രസന്നമകരോത്. കുട്ടികൾ പറയണു, ഗുരുവായൂരപ്പ എനിക്ക് ആയുസ് കഴിയാറായി, നവതിപ്രായം എന്നൊക്കെയാണ് പറയണം. 90 ഇത്രേ. നവതിപ്രായോപി നവ്യഥേ. 90 എനിക്ക് വിഷമം തോന്നുന്നില്ല. കാരണം അങ്ങേ ഭജിച്ച് സന്തോഷിപ്പിക്കാൻ ഒരു ഞൊടി ഇടമതി. പല കാലക്രമങ്ങളിലാണ് ഓരോരുത്തരും അങ്ങേ പ്രസാദിപ്പിച്ചിട്ടുള്ളത്. അബ്ദാർത്ഥേന ഹരിം പ്രസന്നമകരോത് ഔത്താനപാദിശ്യശോ. ഉത്താനപാദ മഹാരാജാവിൻ്റെ 8 പൊട്ടും തിരിയാത്ത ധ്രുവൻ എന്ന കുമാരൻ 6 മാസത്തിൻ്റെ ഉള്ളിൽ ഭഗവാനെ പ്രസന്നനാക്കി. ഔത്താനപാദിശ്യശോ സപ്താഹേന നൃപപരീക്ഷിത്. 7 ദിവസം കൊണ്ട് പരീക്ഷിച്ചു മഹാരാജാവ്. അബലായാമാർത്ഥത പിംഗള. പിങ്കളയ്ക്ക് 1.5 മണിക്കൂറേ വേണ്ടി വന്നുള്ളൂ ഒരു വിരക്തി ഉണ്ടായി ഭഗവാനിലെത്താൻ. കട്വാങ്കോ ഘടികാദ്വയേന. 2 നാഴിക നേരം. ഘടികാച്ച നാഴിക 24 മിനിറ്റാണ് ഒരു നാഴിക. 48 മിനിറ്റ് കൊണ്ട് കട്വാങ്കൻ എന്ന രാജാവ് ഭഗവാനെ പ്രാപിച്ചുവെങ്കിൽ നവതിപ്രായോപി തന്നവ്യഥേ. എനിക്ക് 90 എന്ന് ഞാൻ വിചാരപ്പെടുന്നില്ല. ശേഷായുഷാ തോഷയേ. അങ്ങേ ഞാൻ ഇനിയുള്ള ആയുസ് കൊണ്ട് സന്തോഷിപ്പിച്ചോളാം. നമസ്കരിച്ചൊന്നും എഴുന്നേറ്റില്ല എന്നുമാണ് ഐതിഹ്യം. ഇങ്ങനത്തെ കഥകളാണ് നമുക്ക് ഉത്തേജനം നൽകുന്നവ. ഈ കഥ നമ്മുടെ കഥയുമായിട്ട് ബന്ധമുണ്ടോ വെച്ചാൽ ബന്ധമുണ്ടാക്കാം. മനസ്സുണ്ടെങ്കിൽ വഴിയുണ്ട്. അങ്ങനെ ഭാഗവതത്തിൽ നാം കേൾക്കാൻ പോകുന്ന പല കാര്യങ്ങൾ, തനിയെ ഉരുത്തിരിയുന്ന തത്വങ്ങൾ, വിശദീകരിച്ച് തരപ്പെടുന്ന തത്വങ്ങൾ, ഇതെല്ലാം ഉള്ളിലിട്ടിട്ട് തിരിച്ചും മറിച്ചും നോക്കുമ്പോൾ നമുക്കൊരു തെളിഞ്ഞ ആരോ മാർക്ക് കിട്ടും. ആ ആരോ മാർക്ക് എവിടെ എത്തിക്കും? പരമസത്യത്തിലേക്ക് എത്തിക്കും. സത്യം പരം ധീമഹി. എല്ലാവരുടെയും കണ്ണിൽ പെടണമെന്ന് വെച്ചാൽ അവിടെ നിന്ന് നോക്കണവർക്കും കൂടി വായിക്കാൻ പാകത്തിൽ വലിയ അക്ഷരത്തിലാണ്. ഭാഗവത തത്വസമീക്ഷാസത്രം ഉന്നം വയ്ക്കുന്നത് സകലരുടെയും ഉള്ളിൽ
സത്യം പരം ധീമഹി എന്ന ഒരു മുഴക്കം ഉണ്ടാവണം. പരമസത്യത്തെ നമ്മൾ ഇന്ന് പരമസത്യത്തെ പറ്റിയല്ല, അനിത്യമായ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അത് സത്യമാണെന്ന് തെറ്റിദ്ധരിച്ച് അതിൻ്റെ പുറകെ ഓടുന്ന ഒരു ദൗർബല്യത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇത് നാം റിയലൈസ് ചെയ്യുക, അതല്ല സത്യം എന്ന് മനസ്സിലാവുക, ആ സത്യത്തിലേക്ക് നീങ്ങണം എന്ന് ആഗ്രഹിക്കുക. അതിലേക്ക് ആരോമാർക്ക് കാണിച്ചു തരുന്ന വ്യാസമഹർഷി, നാരദ മഹർഷി ഇവരെയെല്ലാം കോടി കോടി പ്രണാമം ചെയ്ത് നമ്മൾ നമ്മുടെ ആ കൃതജ്ഞത അറിയിക്കുക. ഇതാണ് നമുക്കിവിടെ ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തിലും ഭാഗവത അവതരണത്തിലും ഓർമ്മിക്കേണ്ടുന്ന ചില സംഗതികൾ. ഒന്നും പൂർണ്ണമായിട്ട് പറയാൻ നമുക്ക് സാധ്യമല്ല, കാരണം എത്രയോ കാര്യങ്ങൾ, ഏതാണ്ട് ചില സൂചനകൾ. അങ്ങനെയുള്ള ഈ ഭാഗവത മഹാത്മ്യവും ഭാഗവത അവതരണവും നാം ഇവിടെ സംക്ഷിപ്തമായി കേട്ടു. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് എന്തോ അവിടുന്ന് പിന്നെയും തിരിയിൽ എണ്ണ കിട്ടണമല്ലെങ്കിൽ തിരി എണ്ണ ഒഴിക്കുക. വിളക്ക് കൊളുത്തി വെച്ചു, തിരിയിട്ടു, എണ്ണ ഒഴിച്ചു, കത്തിക്കൊണ്ടേ ഇരിക്കുമ്പോൾ എണ്ണ പറ്റും, ആ ഉത്സാഹം കുറയും. അപ്പോൾ തിരി എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് തിരിയെ എപ്പോഴും ജാഗ്രതയായിട്ട് എരിയുന്ന വിധത്തിലാക്കുക. ആത്മദീപം അങ്ങനെ ഭക്തിയാകുന്ന എണ്ണയിൽ വിടാതെ നിൽക്കാതെ ജ്വലിച്ചു കൊണ്ടിരിക്കട്ടെ. അതിലേക്ക് ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം.